സംവാദാത്മകമായി വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈവനിംഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം നമ്മൾ ഇന്ന് പോകുന്നത് വയനാട്ടിലെ DCC ട്രഷററുടെയും മകൻ്റെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ്. DCC ട്രഷറർ NM വിജയനും അദ്ദേഹത്തിൻ്റെ മകനും വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത സംഭവം വലിയ വിവാദമായിരിക്കുന്നൊരു ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട നിർണായക രേഖകളാണ് കൈരളി ന്യൂസ് പുറത്തുവിടുന്നത്. മരിച്ച NM വിജയൻ KPCC നേതൃത്വത്തിന് നൽകിയ പരാതിയുടെ പകർപ്പാണ് കൈരളി ന്യൂസ് പുറത്തുവിട്ടത്. കോൺഗ്രസ് നേതാക്കൾ വാങ്ങിയ പണം തിരികെ നൽകിയില്ലെന്നാണ് കത്തിലെ പരാതി. 2021 K. സുധാകരൻ അയച്ച കത്തിൻ്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തുവിട്ടത്. അതേസമയം സംഭവത്തിൽ സമഗ്രാന്വേഷണം വേണമെന്ന് CPIM ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി KR അനൂപ് ചേരുന്നു ഈ ഘട്ടത്തിൽ. അനൂപ്, അതായത് IC ബാലകൃഷ്ണൻ എന്ന ബത്തേരി MLAക്കാണ് 10 ലക്ഷം രൂപ നൽകിയത്, അത് തിരികെ നൽകുന്നില്ല. ഇങ്ങനെ കോൺഗ്രസ് നേതാക്കൾ ഉദ്യോഗാർത്ഥി നിയമനങ്ങൾക്കായി വാങ്ങിയ പണം തിരികെ നൽകാത്തതിനാലാണ് തൻ്റെ ജീവൻ വെടിയേണ്ടി വന്നത്, തൻ്റെയും മകൻ്റെയും ജീവൻ വെടിയേണ്ടി വന്നത് എന്ന് വ്യക്തമാകുന്ന സൂചനകളാണോ 2021 കത്തിൽ പറയുന്നത്? എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ? അജിംഷാദ്, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന രണ്ട് പ്രധാനപ്പെട്ട രേഖകളുടെ അടിസ്ഥാനത്തിൽ NM വിജയൻ വലിയ സാമ്പത്തിക ബാധ്യത ഈ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതിയിൽ ഇടനിലക്കാരനായതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഉണ്ടായി എന്നത് വേണം മനസ്സിലാക്കാൻ. 2021 നൽകിയ പരാതി ഒന്ന്, അതോടൊപ്പം ഈ ഉദ്യോഗാർത്ഥികളിൽ ഒരാളുടെ പിതാവുമായി നടത്തിയ കരാർ ഉടമ്പടി എന്നീ രേഖകളാണ് ഏതായാലും ഇതിനെ സാധൂകരിക്കുന്ന വിധത്തിൽ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. ആ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ഏറ്റവും സമീപകാലത്ത് നടന്ന ചില എഗ്രിമെന്റുകളാണ്. 2016 മുതൽ തന്നെ ഈ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് നിയമന അഴിമതി ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളെല്ലാം നേരത്തെ നടന്നതാണ്. ഏതായാലും ഈ കരാർ ഉടമ്പടിയിലും മറ്റും പറയുന്നത് ജില്ലാ നേതാക്കൾക്ക് വേണ്ടി വലിയ തുക നിയമനം ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പിരിച്ചു നൽകി. എന്നാൽ പിന്നീട് ഈ നിയമനം നടന്നില്ല. അത് മാത്രമല്ല, ഈ തുക തിരിച്ചു നൽകാനുള്ള ഒരു നടപടിയും നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തില്ല. ഇതിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ടാണ് ഇങ്ങനൊരു കത്ത് KPCC പ്രസിഡന്റ് K. സുധാകരന് ആ ഘട്ടത്തിൽ NM വിജയൻ നൽകുന്നത്. എന്നാൽ ആ കത്തിന്മേൽ നടപടികൾ ഉണ്ടായിരുന്നു മാത്രമല്ല, അത് പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു. ഇതേ തുടർന്ന് ഈ സാമ്പത്തിക ബാധ്യത സ്വയം ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് NM വിജയൻ എത്തി. എന്നാൽ ആ അവസ്ഥ തുടർന്നു. പിന്നീട് നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട് നേതൃത്വത്തിനോടും അതോടൊപ്പം സംസ്ഥാന നേതൃത്വത്തിനോടും ഈ വിഷയത്തിൽ ഇടപെടാൻ NM വിജയൻ ആവശ്യപ്പെട്ടു. എന്നാൽ അതിനൊന്നും നടപടി ഉണ്ടായില്ല. ഇതേ തുടർന്ന് വലിയ സാമ്പത്തിക ബാധ്യതയിലായ അദ്ദേഹം ഉദ്യോഗാർത്ഥികൾ നിരന്തരം ഈ തുക തിരികെ ആവശ്യപ്പെട്ട് ഇദ്ദേഹത്തിന്റെ പക്കൽ എത്തുകയും ചെയ്തു. എന്നാൽ ഇത് വലിയൊരു സമ്മർദ്ദമായി അദ്ദേഹത്തിന്റെ മേലുണ്ടായിരുന്നു. ഇത്തരം ചില കാരണങ്ങളാവാം ഈ ആത്മഹത്യാ ശ്രമത്തിന് പിന്നിലുണ്ടായത് എന്നാണ് ഇപ്പോൾ പൊതുവിൽ ഉയരുന്ന വിവാദം, ചർച്ച. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് രാത്രി 9 മണിക്ക് NM വിജയൻ ആത്മഹത്യാ ശ്രമം നടത്തുന്നത്. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു. ഇന്നലെയാണ് അദ്ദേഹത്തിന്റെ മകനും അദ്ദേഹവും ആരോഗ്യനില പൂർണ്ണമായും വഷളായതിനെ തുടർന്ന് മരണപ്പെട്ടത്. മരണം ആ വിധത്തിൽ സ്ഥിരീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ മകനും വിഷം നൽകിയാണ് ഈ വിധത്തിൽ ആത്മഹത്യക്ക് അദ്ദേഹം ശ്രമിച്ചത്. രണ്ടുപേരുടെ നില അതീവ ഗുരുതരമായിരുന്നു. തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു ദിവസങ്ങളായി ചികിത്സയിലുണ്ടായിരുന്നത്. അതായത് ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. തിരുവനന്തപുരത്തും കഴക്കൂട്ടത്തും ഒക്കെ നിരവധി മുതിർന്ന നേതാക്കന്മാരെ ഇതുപോലെ പണങ്ങളുടെ ഇടപാടുകൾക്കായി ഉപയോഗിച്ച് കോൺഗ്രസിൻ്റെ അവരുടെ മരണശേഷം അവരുടെ ബന്ധുക്കൾ രംഗത്തെത്തി വന്ന നിരവധി സംഭവങ്ങളുണ്ട് തിരുവനന്തപുരത്ത് പോലും. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇതിനെ കാണേണ്ടത്. ഒരുപക്ഷെ KPCC പ്രസിഡന്റിന്, അതായത് ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് K. സുധാകരന് തന്നെയാണ് കത്തയച്ചിരിക്കുന്നത് ഈ വിജയൻ്റെ മകനും വിജയനും ആത്മഹത്യ ചെയ്യുന്ന ഘട്ടത്തിൽ പുറത്തെത്തുന്ന തെളിവുകൾ അദ്ദേഹത്തെ കുരുതി കൊടുത്ത് പണം മറ്റുള്ള കോൺഗ്രസ് നേതാക്കന്മാർ വാങ്ങുകയായിരുന്നു ഉദ്യോഗാർത്ഥികളുടെ നിയമനത്തിൻ്റെ പേരിൽ. 10 ലക്ഷം രൂപ IC ബാലകൃഷ്ണൻ നൽകിയിട്ട് അത് തിരികെ നൽകുന്നില്ല. നിയമനവും നൽകിയില്ല, അത് തിരികെയും നൽകിയില്ല, പണം തിരികെ നൽകിയില്ല. ഇങ്ങനെ കോൺഗ്രസ് നേതാക്കളുടെ സാമ്പത്തികമായ തിരിമറിക്ക് ഇരയാവുകയായിരുന്നു താനും തൻ്റെ മകനും എന്നതാണ് ഈ പരാതിക്കത്തിൻ്റെ നിദാനത്തിൽ നമുക്ക് പറയാനാകുന്നത്, അല്ലേ അനൂപ്? തീർച്ചയായും അജിംഷ, അത് തന്നെയാണ് ആ വിധത്തിൽ നമുക്ക് പറയാൻ കഴിയുക. ഈ കത്തിന്റെയും ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പുതിയ രേഖകളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ ഇതിനൊരു ബലിയാടായി, ഈ നേതാക്കളുടെ സാമ്പത്തിക താല്പര്യത്തിന്റെ ബലിയാടായി NM വിജയൻ മാറുകയായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ കത്തിൽ ഈ 2021 KPCC പ്രസിഡന്റ് K. സുധാകരന് അയച്ച കത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്? അന്ന് ഇത് വാർത്തയായതാണ്.
അതുപോലെ തന്നെ അനൂപ് കെ ആർ, ഇപ്പോൾ ആ കത്ത് പുറത്തെത്തുമ്പോൾ കൂടുതൽ വ്യക്തത വരുന്നത് എന്തൊക്കെയാണ് ഈ മരിച്ച വിജയൻ ഈ കത്തിൽ KPC പ്രസിഡന്റിനോട് ആവശ്യപ്പെടുന്നത്? ഈ കത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ സുൽത്താൻ ബത്തേരി സഹകരണ അർബൻ ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തനിക്ക് ബോധിപ്പിക്കാനുണ്ട് എന്ന ഒരു കൂടിയാണ് DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ നിർദ്ദേശപ്രകാരം വയനാട് ജില്ലയിലെ ഈ പാർട്ടി പരിപാടികൾ മറ്റും സുഗമമായി നടത്തുന്നതിന് ആവശ്യമായ ഭീമമായ സാമ്പത്തിക ചെലവ് കണ്ടെത്താൻ സാധിക്കാതെ വരുന്നൊരു സാഹചര്യമുണ്ട്. അതിൽ ഈ സാമ്പത്തിക ബാധ്യത കൂടി അതിന്റെ ഭാഗമായി ഈ DCC നേതൃത്വത്തിനുണ്ട്. അത് പരിഹരിക്കുന്നതിന് മറ്റു മാർഗങ്ങളില്ലാത്തതിനാൽ അർബൻ ബാങ്കിൽ നിയമനം കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ വിധത്തിൽ പണം വാങ്ങുകയാണ് എന്നും ആ പണം വാങ്ങിയത് ഈ അന്നത്തെ DCC പ്രസിഡന്റ് ആയിരുന്ന IC ബാലകൃഷ്ണൻ DCC പ്രസിഡന്റിന്റെ ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പണം വാങ്ങി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പണം വാങ്ങി നൽകുകയാണ് ഉണ്ടായത് എന്നും എന്നാൽ ഈ പറഞ്ഞതിൽ പ്രകാരം നിയമനം നടത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ആ പണം തിരികെ നൽകാൻ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടാണ് ഈ കത്ത് നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ ആ വിധത്തിൽ വിവിധ തസ്തികകളിൽ നിയമന വാഗ്ദാനം നൽകി പണം വാങ്ങി, എന്നാൽ നിയമനം നൽകാൻ സാധിച്ചില്ല. അതേ തുടർന്ന് ഉദ്യോഗാർത്ഥികളിൽ നിന്നുള്ള വലിയ സമ്മർദ്ദം NM വിജയൻ നേരത്തുണ്ടായി. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകളാണ് ആ കത്തിലൂടെ അദ്ദേഹം ആവശ്യപ്പെടുന്നത്. എന്നാൽ ആ കത്തിലാണ് ഒരു നടപടിയും ഉണ്ടാവുന്ന സാഹചര്യം. 2021 കൊടുത്ത പരാതിയിൽ 2024 ആവുമ്പോഴും ഒരു നടപടിയും ഉണ്ടായില്ല. അത് മാത്രമല്ല, ഈ ഉദ്യോഗാർത്ഥികളിൽ നിന്നുള്ള നിരന്തര സമ്മർദ്ദം നിരന്തരമായി അദ്ദേഹത്തിന് മേൽ ഉണ്ടാവുകയും ചെയ്തു. അത് ചില തർക്കങ്ങളിലേക്കും പരസ്യമായ വാക്പോരുകളിലേക്കും വാക്തർക്കങ്ങളിലേക്കും ഒക്കെ എത്തിച്ചേരുകയും ചെയ്തു. സ്വാഭാവികമായും വലിയ മാനസിക പ്രയാസത്തിലായിരുന്നു NM വിജയൻ ഉണ്ടായിരുന്നത്. ആ വിധത്തിൽ തുടരുന്ന സമ്മർദ്ദങ്ങൾ അദ്ദേഹത്തിന് വലിയ തോതിൽ മാനസിക വിഷമത്തിലാക്കി. അതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ തന്നെ പറയുന്നത്. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി എടുത്താണ് നമ്മൾ ഈ വാർത്ത നൽകുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ ഈ അഴിമതിയിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്ന ഒരു സമീപനം ഈ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയതിനു ശേഷം നേതാക്കൾ ചെയ്തു എന്നത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആ വിധത്തിൽ വലിയ സാമ്പത്തിക ബാധ്യത അദ്ദേഹത്തിനുണ്ടായി. അത് തിരിച്ചു നൽകാനുള്ള ശേഷിയും അല്ലെങ്കിൽ ആ തിരിച്ചു നൽകാനുള്ള ഒരു സാഹചര്യവും അദ്ദേഹത്തിന് ഉണ്ടായില്ല. ഇതേ തുടർന്ന് ഉള്ള മാനസിക സമ്മർദ്ദങ്ങളാണ് അദ്ദേഹത്തിന് ആത്മഹത്യാ ശ്രമത്തിൽ കലാശിച്ചത്, പിന്നീട് മരണത്തിൽ സംഭവിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും ഈ കത്തിനു പുറമെ ഈ പണം വിജയന്റെ മകൻ പൊതുപ്രവർത്തനം ഉണ്ടായിരുന്നു. NM വിജയന്റെ മകൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നു. അതോടൊപ്പം ഈ ബത്തേരി അർബൻ ബാങ്കിൽ ഒരു ജീവനക്കാരൻ കൂടിയായിരുന്നു. ഏതാണ്ട് 11 വർഷത്തോളം അദ്ദേഹം ആ ബാങ്കിൽ ജോലിക്കാരനായിരുന്നു. അത് മാത്രമല്ല, ആ 2022 അദ്ദേഹത്തെ ഈ ജോലിയിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വം പിരിച്ചുവിടുകയും ചെയ്തു. അതിന്റെ മാനസിക വിഷമം കൂടി NM വിജയൻ ഉണ്ടായിരുന്നു. ഈ നിരന്തരമായ ഈ ആക്ഷേപങ്ങളുടെയും ആരോപണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ബത്തേരി സഹകരണ അർബൻ ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ട് അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം വന്നിരുന്നു. പിന്നീട് കോൺഗ്രസിന്റെ തന്നെ ഭരണം പിന്നീടും അവിടെ വരികയും ചെയ്തു. ആ രണ്ടാം ഘട്ടത്തിൽ വരുന്ന സമയത്തും തന്റെ മകന് അവിടെ ജോലി ലഭിക്കും എന്നൊരു വിശ്വാസം NM വിജയൻ ഉണ്ടായിരുന്നു. എന്നാൽ കോൺഗ്രസ് നേതാക്കൾ മറ്റു ജില്ലാ പ്രവർത്തകർക്കാണ് ജോലി നൽകിയത്. അതെല്ലാം അദ്ദേഹത്തെ മാനസികമായി വിഷമിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മകന് പിന്നീട് ഒരു അപകടം ഉണ്ടാവുകയും ആ അപകടത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും അദ്ദേഹത്തിന് സ്വന്തം കാര്യങ്ങൾ പോലും ഒരാശ്രയമില്ലാതെ ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിൽ വന്നു. ആ ഒരു വലിയ ദയനീയ സ്ഥിതി കൂടി തുടരുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരം സംഭവവികാസങ്ങളെല്ലാം നടക്കുന്നത് എന്നുള്ള ദാരുണമായ ഒരു മറുവശം കൂടിയുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള വലിയ സമ്മർദ്ദങ്ങളും വിഷമങ്ങളും ഒന്നും താങ്ങാൻ സാധിക്കാതെയാണ് അദ്ദേഹം ആത്മഹത്യാ ശ്രമം നടത്തിയത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ആത്മഹത്യ ചെയ്തത്. ഒരുപക്ഷെ വിജയനും മകനും മരിക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ ജില്ലാ നേതാക്കന്മാർ മാത്രമല്ല KPCയുടെ ഭാരവാഹികളായവർ പോലും അതിലേക്ക് ബന്ധപ്പെടുന്നു, അതിലേക്ക് ഉത്തരവാദിത്വം വഹിക്കേണ്ടി വരുന്നു എന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത്. അനൂപ്, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വശം, ഒരുപക്ഷെ ഈ വിജയൻ DCC ട്രഷറർ എന്ന നിലയിൽ പാർട്ടിയുടെ ആവശ്യങ്ങൾക്കായി നടത്തിയ പണമിടപാടിൻ്റെ ബാധ്യത കൂടി അദ്ദേഹത്തിലേക്ക് വരുന്നു. ഒന്ന്, ഈ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട IC ബാലകൃഷ്ണൻ MLA അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ ലക്ഷങ്ങൾ കൈപ്പറ്റുന്നു, എന്നിട്ട് നിയമനം നൽകുന്നില്ല, അത് തിരികെ നൽകുന്നുമില്ല പണം. ഈ അവസരത്തിൽ ഇതിന് ഇടനില നിന്നു എന്നതിൻ്റെ പേരിൽ അത് വിജയന് ബാധ്യതയാകുന്നു. ഒന്ന്. രണ്ട്, DCCയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന സാമ്പത്തിക ക്രമക്കേടുകളുടെ ബാധ്യത കൂടി തൻ്റെ തലക്കേക്ക് എത്തുന്നു. ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് ജീവിക്കാൻ ഗതിയില്ലാതെ അല്ലെങ്കിൽ മുമ്പോട്ട് ജീവിതം കൊണ്ടുപോകാനാകാതെ മാനം ഭയന്ന് അദ്ദേഹം ജീവനെടുക്കുന്നത്, മകനെയും ഒപ്പം കൂട്ടി, അല്ലേ?
തീർച്ചയായും നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. ആ വിധത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷയും കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായിരുന്നില്ല. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഇടപെടുമെന്നോ തന്റെ മേൽ ചുമത്തപ്പെട്ട ഈ വലിയ സാമ്പത്തിക ബാധ്യത പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ആരുടെയും ഭാഗത്തു നിന്നോ ഈ പണം വാങ്ങിയുടെ ഭാഗത്തു നിന്നോ മാത്രമല്ല ഇതിന്മേൽ ഒരു നടപടി സംസ്ഥാന നേതൃത്വം സ്വീകരിക്കുമെന്നോ അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, നിരന്തരമായ സമ്മർദ്ദങ്ങൾ കൂടി വന്നത് താങ്ങാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പലരും ഈ പണം ആവശ്യപ്പെട്ട് വീട്ടിലെത്തുകയും അദ്ദേഹത്തെ ആ വിധത്തിൽ സമ്മർദ്ദത്തിൽ പെടുത്തുകയും എല്ലാം ചെയ്തത് അദ്ദേഹത്തിന് ഈ വിധത്തിൽ അത് തരണം സാധിക്കാത്ത ഒരു സാഹചര്യവും ഉണ്ടാക്കി എന്നത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും അത്തരത്തിൽ ഒട്ടേറെ കാരണങ്ങൾ ഇദ്ദേഹത്തിന്റെ മരണത്തിലുണ്ട്. വലിയ വിവാദമാവുകയാണ് ഈ വിഷയം. മാത്രമല്ല അനൂപ്, ഇത് വലിയ വിവാദമാകുന്നു. ഇദ്ദേഹത്തെ തള്ളിയിട്ട് കോൺഗ്രസിന്റെ സംസ്ഥാനതല നേതാക്കന്മാർ അടക്കം ഉത്തരവാദിത്വം വഹിക്കേണ്ട ഒരു പ്രശ്നത്തിൽ ഇദ്ദേഹത്തെയും കുടുംബത്തെയും മാത്രം തള്ളിയിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച രീതി, മറ്റുള്ള ഒരാളുടെ കൈകൊണ്ട് ചുടുചോറ് വാരി കഴിക്കുന്ന രീതിയാണ് കോൺഗ്രസിൻ്റെ IC ബാലകൃഷ്ണൻ അടക്കമുള്ളവർ കാട്ടിയത് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ കത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ ജില്ലയിലെ കോൺഗ്രസ് അസ്വസ്ഥമാണോ? കോൺഗ്രസ് നേതാക്കന്മാർ വിജയൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലാണ് നേതൃത്വത്തിനെതിരെ പ്രതിഷേധിക്കുന്നത്? കടുത്ത അതൃപ്തി പല കോൺഗ്രസ് നേതാക്കൾക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. പല രീതിയിലും പല വിധത്തിൽ പ്രതിഷേധിക്കുന്നുണ്ട്. മരണം സംഭവിച്ച ഉടൻ തന്നെ ഇതിൽ നേതൃത്വം മറുപടി പറയണമെന്ന് ആവശ്യപ്പെട്ട് പലരും നേതാക്കളെ സമീപിച്ചിരുന്നു. ആ വിധത്തിൽ താഴേക്കിടയിൽ പോലും ഇതിൽ വലിയ പ്രതിഷേധം ഉയരുകയാണ്. NM വിജയനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അദ്ദേഹം ബത്തേരി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. നിരവധി കാലമായി പൊതുപ്രവർത്തന രംഗത്തുള്ള ആളാണ്. സാധാരണ ജനങ്ങളുമായി വലിയ ബന്ധമെല്ലാം ഉള്ള വ്യക്തി കൂടിയാണ്. ആ വിധത്തിൽ ജില്ലാ ട്രഷററായി അദ്ദേഹം പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വലിയ സാമ്പത്തിക, അതായത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തും മറ്റുമെല്ലാം വലിയ സാമ്പത്തിക ചുമതലയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ആ വിധത്തിലെ ഇടപെടലുകളും ബന്ധങ്ങളും എല്ലാം അദ്ദേഹത്തിനുണ്ട്. ഏതായാലും അത് ഈ ബത്തേരിയിൽ ഉൾപ്പെടെ പല ആളുകൾക്കും അല്ലെങ്കിൽ പ്രവർത്തകർക്കും വലിയ അതൃപ്തി ഇത് സൃഷ്ടിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ NM വിജയനെ നേതാക്കൾ ബലി കൊടുക്കുകയായിരുന്നു ഈ വിഷയത്തിൽ, ഈ സംഭവത്തിൽ എന്നുള്ള അഭിപ്രായം പൊതുവിൽ പല നേതാക്കളുടെ ഭാഗത്തു നിന്നും ഈ ഇദ്ദേഹത്തെ അല്ലെങ്കിൽ ഈ വിധത്തിൽ ആ നേതാക്കളെയോ മറ്റും ഭാഗമല്ലാതെ ഈ അഴിമതിയിൽ പങ്ക് അല്ലെങ്കിൽ ആ വിധത്തിൽ ഇടപെടാതിരുന്ന ആളുകൾക്കുൾപ്പെടെ ഉണ്ട്. വലിയ ഭിന്നതയായി ഇത് ഉയരുകയാണ്, വലിയ വിവാദമായി ഇത് ഉയരുകയാണ്. ഇതിൽ ഇടപെട്ടവർക്കെതിരെ ശക്തമായ നടപടിയാണ് പൊതുവിൽ വയനാട്ടിൽ നിന്ന് ഉയരുന്ന ആവശ്യം. CPM നേരത്തെ തന്നെ ഇത് ആവശ്യപ്പെട്ടു. CPM ഏരിയ കമ്മിറ്റി സംബന്ധിച്ചുള്ള അല്പസമയം മുമ്പ് പ്രസ്താവന ഇറക്കി. ആ പ്രസ്താവനയിൽ പറയുന്നത് ഈ ആത്മഹത്യാ കുറിപ്പ് ഉൾപ്പെടെ ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു, എന്നാൽ അത് അവിടേക്ക് ആദ്യം എത്തിയ ചില കോൺഗ്രസ് നേതാക്കൾ അത് നശിപ്പിക്കുകയായിരുന്നു എന്നുള്ള ഗൗരവപരമായ ഒരു ആരോപണം കൂടി CPM ഉന്നയിക്കുന്നുണ്ട്. ആ വിധത്തിൽ സമഗ്ര അന്വേഷണം CPM ഈ വിഷയത്തിൽ ആവശ്യപ്പെടുകയാണ്. ജില്ലാ ഭാരവാഹിയായിരുന്ന ഒരു നേതാവിന്റെയും മകന്റെയും ദാരുണ മരണത്തിന് പിന്നിൽ ഇത്തരത്തിലുള്ള അഴിമതി ഉണ്ടെങ്കിൽ ആ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള സമഗ്ര അന്വേഷണം നടത്തി അതിൽ കുറ്റക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് CPM ആവശ്യപ്പെടുന്നത്. ആ വിധത്തിൽ പൊതുവിൽ ഈ വിഷയത്തിൽ വലിയ ജനകീയ വികാരം ഉയരുകയാണ്. അതോടൊപ്പം കോൺഗ്രസിലും ഈ വിവാദം സംബന്ധിച്ചുള്ള ഭിന്നതയും കൂടുതൽ ശക്തമാവുകയാണ്. ശരി, അനൂപ് KR ആണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും വയനാട്ടിലെ DCC ട്രഷറർ NM വിജയൻ്റെയും മകൻ്റെയും ആത്മഹത്യ വലിയൊരു പൊതുവിഷയമായി കൂടി മാറുകയാണ്. കോൺഗ്രസ് നേതാക്കന്മാർ ഇടപെട്ട് നടത്തിയ സാമ്പത്തികമായ തിരിമറികൾക്ക് ഇരയാവുകയാണ് അദ്ദേഹം എന്ന് സൂചിപ്പിക്കുന്നു. അത് ആരോപണങ്ങളായിരുന്നുവെങ്കിൽ അതിന് വ്യക്തമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തെത്തുന്നത്. അദ്ദേഹം 2021 IC ബാലകൃഷ്ണൻ, ബത്തേരി MLA IC ബാലകൃഷ്ണൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായി K. സുധാകരൻ അയച്ച പരാതിയുടെ കത്തിൻ്റെ പകർപ്പുകളടക്കമാണ് ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിടുന്നത്. 2021 അത്തരത്തിൽ സുധാകരന് കത്തയച്ചത്. ഈ സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് CPIM കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്കും ഒരു വലിയ വിഭാഗത്തിനും വലിയ എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. വിജയൻ്റെ മകൻ്റെയും മരണവുമായി ബന്ധപ്പെട്ട് വലിയ എതിർപ്പ് നിലവിലത്തെ നേതൃത്വത്തിനെതിരെയും KPCC നേതൃത്വത്തിനെതിരെയും ഉണ്ട് എന്ന് തന്നെയാണ് അനൂപ് KR ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നത്. ഈവനിംഗ് ഡിബേറ്റ് തുടരുകയാണ്. തിരുവനന്തപുരം വെമ്പായത്ത് നിർധന കുടുംബത്തെ വീട്ടിൽ നിന്നും ഇറക്കിവിട്ട് കോൺഗ്രസ് ഭരിക്കുന്ന നെടുമങ്ങാട് അർബൻ സഹകരണ ബാങ്ക്. വായ്പയെടുത്ത തുക തിരിച്ചടയ്ക്കാൻ ബാങ്കിൽ പോയ സമയത്താണ് ബാങ്ക് അധികൃതരെത്തി വീട് പൂട്ടിപ്പോയത്. CPIM പ്രവർത്തകരും നാട്ടുകാരും ഇടപെട്ട് വീട് തുറന്നു നൽകി. ആ റിപ്പോർട്ടിലേക്ക് ആദ്യം. കോൺഗ്രസ് നേതാവ് അനിൽകുമാർ പ്രസിഡന്റായ നെടുമങ്ങാട് അർബൻ സഹകരണ ബാങ്കാണ് വെമ്പായത്തെ നിർധന കുടുംബത്തെ ജപ്തിയുടെ പേരിൽ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടത്. കന്യാകുമാരി ശാഖയിൽ നിന്ന് പ്രഭാകുമാരി എടുത്ത 1.5 ലക്ഷം രൂപ
തിരിച്ചടച്ചില്ലെന്ന കാരണം പറഞ്ഞാണ് ബാങ്കിന്റെ നടപടി. 85 വയസ്സുള്ള മാതാവും അപകടത്തിൽ കാലുകൾക്ക് പരിക്കേറ്റ ഭർത്താവും മകനുമടങ്ങുന്ന കുടുംബമാണ് വീട്ടിൽ താമസിക്കുന്നത്. 4.5 സെന്റ് ഭൂമിയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഡിസംബർ 30-നകം ഒരു ഗഡുവായി 5000 രൂപ അടക്കാമെന്ന കാര്യം പ്രഭാകുമാരി ബാങ്കിനെ അറിയിച്ചിരുന്നു. ഇക്കാര്യം അംഗീകരിച്ച ശേഷമാണ് ബാങ്കിന്റെ ക്രൂരമായ നടപടി. എന്നിട്ട് പൈസ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അടയ്ക്കുന്നുണ്ട്. അവർ ജപ്തി ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കൊക്കെ ഞാൻ ഓടി പൈസ ഒപ്പിച്ച് കൊണ്ടുവന്ന് അടയ്ക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു പേപ്പർ വന്നു. ആ പേപ്പർ കൊണ്ടുവന്ന് ഞാൻ 21-ാം തീയതി ബാങ്കിൽ പോയായിരുന്നു. പോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് 50,000 രൂപ 24-ാം തീയതി അടയ്ക്കണം. ഞാൻ അവരുടെ അടുത്ത് സമയം ചോദിച്ചു, ചെയർമാനോട് സമയം ചോദിച്ചു. ചെയർമാൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് 30-ാം തീയതി വരെ സമയം തരണമെന്ന് പറഞ്ഞ് തരാമെന്ന് പറഞ്ഞ് എനിക്ക് സമയവും തന്ന 30-ാം തീയതിക്ക് ശേഷം അവരെന്ത് നടപടിയും സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സമാധാനം എനിക്കുണ്ടായിരുന്നു. ചേട്ടന് കാല് സുഖമില്ല, 6 മാസമായി കാല് പ്ലാസ്റ്ററൊക്കെ ഇട്ട് കിടപ്പാണ് ചേട്ടൻ. കഴിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. ഇപ്പം ചെറുതായിട്ടൊന്ന് നടന്നു തുടങ്ങിയതേ ഉള്ളൂ. ഗുണ്ടാ സംഘത്തെ പോലെയായിരുന്നു ജപ്തി ചെയ്യാനെത്തിയ ജീവനക്കാരുടെ പെരുമാറ്റം. പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യണം, ഉള്ള പൈസ അടച്ചിട്ട് നിങ്ങൾ അവിടെ നിന്ന് താക്കോൽ മേടിച്ച് വെച്ചാൽ മതി. ഇനി നിങ്ങൾ രാത്രി ഞാൻ പറഞ്ഞത് ഇതുപോലെ വൈഫ് ഉണ്ടാവുമെന്ന് വിളിച്ച് ചോദിച്ചിട്ട് പറയണം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നിങ്ങൾ എവിടെ പോയാൽ കിടക്കി ഞങ്ങൾക്ക് അതിനെ പറ്റി അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ ഒരു കാർപ്പൻ്റർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരനെ കൊണ്ടുവന്ന് റോട്ടിൽ നിന്ന് അവർക്ക് വണ്ടിക്കകത്ത് പട്ടീനെടുത്ത് കതവിൽ മൊത്തം അടിച്ചടി അടുക്കളത്തെ. എന്നിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങി വരുന്ന ഒരു വീഡിയോ കൂടെ എടുത്തുകൊണ്ട് പോയി. എനിക്കൊരു പുളിയോ പോലും എടുക്കാൻ വാങ്ങില്ല. നമ്മുടെ ഷുഗറും ബിപിയും കൊളസ്ട്രോളും ഒക്കെ ഉണ്ട് എനിക്ക്. ആ പുളിയോ പോലും എടുക്കാൻ വാങ്ങി, വെള്ളം പോലും എടുക്കാൻ വാങ്ങില്ലാത്ത അവർ ചെയ്ത് വെച്ചിട്ട് അങ്ങ് പോവുകയും ചെയ്ത്. രാത്രി പോലീസും ഒരൊക്കെ വന്നതിന് ശേഷമാണ് എന്നെ അപ്പുറത്തെ അയൽവകത്തെ വീട്ടിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് അവർ പോയി കുളി വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞു. എനിക്ക് CPIM പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് രാത്രിയോടെ വീട് കുടുംബത്തിന് തുറന്നു നൽകിയത്. മന്ത്രി GR അനിൽ, CPM നേതാക്കൾ തുടങ്ങിയവർ വീട്ടിലെത്തി. പോലീസിലും സഹകരണ വകുപ്പിലും പരാതി നൽകിയിരിക്കുകയാണ് പ്രഭാകുമാരി. ബാങ്ക് ആവശ്യപ്പെട്ടത് പ്രകാരം ദിവസങ്ങൾക്കകം തന്നെ അടക്കാനുള്ള തുകയുടെ ഒരു ഗഡു തിരിച്ചടക്കാം എന്ന് ഉറപ്പ് നൽകിയതാണ് പ്രഭാകുമാരി. എന്നാൽ അതൊന്നും കേൾക്കാതെയാണ് കോൺഗ്രസ് ഭരിക്കുന്ന നെടുമങ്ങാട് അർബൻ ബാങ്കിലെ ഭരണസമിതി ഈ ചെറിയ വീട് ജപ്തി ചെയ്യാനായി ഇറങ്ങി പുറപ്പെടുകയും വീട് അടച്ചുപൂട്ടി പോവുകയും ചെയ്തത്. ഏറ്റവും പ്രായമായിട്ടുള്ള അമ്മയും അതുപോലെ തന്നെ അസുഖബാധിതനായിട്ടുള്ള ഭർത്താവും ഉൾപ്പെടെ ഉള്ള ആളുകൾ താമസിക്കുന്ന വീടാണ്. ഈ വീടിൻ്റെ ദുരിതാവസ്ഥ ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും. അവരോടാണ് ഈ കൊടും ക്രൂരത ബാങ്ക് ഭരണസമിതി നടത്തിയത്. ക്യാമറമാൻ സജു കാഞ്ഞിരംകുളത്തിനൊപ്പം തീർച്ചയായും വിജിൻ തന്നെയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഒരിക്കൽ കൂടി ചേരുന്നത്. വിജിൻ വായന്തോട്, ഇത്തരത്തിലൊരു നിർധന കുടുംബത്തോട് വളരെ അപരിഷ്കൃതമായ രീതിയിലാണ് ഒരു ബാങ്ക് പെരുമാറുന്നത്. ഒടുവിൽ CPIM പ്രവർത്തകർക്കടക്കം ഇടപെടേണ്ടി വന്നു. ഈ പണം അടച്ചിട്ടും ആ ബാങ്ക് ബാങ്ക് അധികൃതർ എത്തി ഈ വീട് പൂട്ടുന്നൊരു സാഹചര്യം. ഈ വല്യമ്മ അടക്കം ആ വയോധിക അടക്കമുള്ള വീടാണ് പുറത്തുനിന്ന് പൂട്ടിയിട്ട് പോയത് അല്ലേ? അജിംഷാദ്, തീർച്ചയായും മറ്റേതെങ്കിലും ഒരുപക്ഷെ CPM ഭരിക്കുന്ന സഹകരണ സംഘത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു ചർച്ചയായി, ദിവസങ്ങൾ നീണ്ടുനിന്ന ചർച്ചയായൊക്കെ മാറുമായിരുന്ന ഒരു സംഭവമാണ്. ഒരു നിഷ്ഠൂരമായ സംഭവം തന്നെയാണ് ഉണ്ടായത്. വെമ്പായത്ത് ഒരു വളരെ ചെറിയ ഒരു കുടുംബം, സാമ്പത്തികമായി തീരെ ഭദ്രമല്ലാത്ത കുടുംബം, വിജിൻ ഒരു അപകടത്തിൽ പരിക്കേറ്റ് എഴുന്നേറ്റ് നടക്കാൻ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ മാത്രം തുടങ്ങിയ ഭർത്താവുള്ള പ്രഭാകുമാരിക്കാണ് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ആ വീടിന്റെ അവസ്ഥ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് ആ കുടുംബത്തിന്റെ ഒരു സാമ്പത്തിക അവസ്ഥ എന്താണ് എന്ന്. 1.5 ലക്ഷം രൂപയായിരുന്നു ഇവർ മുമ്പ് ഈ ബാങ്കിൽ നിന്ന് സ്ഥലം ഈടായി നൽകി വായ്പയായി സ്വീകരിച്ചത്. അതിനുശേഷം പല ഘട്ടങ്ങളിലും പണം തിരിച്ചടക്കാൻ ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ ഒക്കെ അവരുടെ കയ്യിലുള്ള പണം അവർ കൊണ്ടടക്കാറുണ്ടായിരുന്നു. ഇത്തവണയും അതുപോലെ റവന്യൂ റിക്കവറിയിലേക്ക് കടക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അവർ 30-ാം തീയതി വരെ സമയം ചോദിക്കുകയും കുറച്ചു തുക അടക്കാം എന്ന് ബാങ്ക് ഭരണസമിതിയോടും ഒപ്പം തന്നെ ജീവനക്കാരോടും ഒക്കെ അക്കാര്യം അറിയിക്കുകയും ചെയ്തതാണ്. ഇക്കാര്യത്തിൽ ഒരു സമ്മതം അവരിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. അതിനിടെയാണ് ഈ പെട്ടെന്ന് തന്നെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒരു ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ ഒപ്പം തന്നെ ജീവനക്കാർ ഒക്കെ ചേർന്ന് വാഹനവുമായി എത്തി പണമടക്കാൻ ഭർത്താവിനെ ബാങ്കിലേക്ക് പറഞ്ഞയക്കുകയും അതിനുശേഷം ഒരു ആശാരിയെ കൊണ്ട് വീടിന്റെ ഡോറുകളെല്ലാം ഇത്തരത്തിൽ പട്ടിക വെച്ച് അടച്ച് പൂട്ടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഈ 85 വയസ്സുകാരി അപ്പോൾ പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർക്ക് വെള്ളമോ അതുപോലെ തന്നെ മരുന്നോ ഒന്നും എടുക്കാൻ കഴിയാത്ത
രീതിയിൽ ഇവർ അടച്ചുപൂട്ടുകയായിരുന്നു ഈ ബാങ്ക് ഭരണസമിതി. ബാങ്ക് ഭരണസമിതി പ്രസിഡന്റുമൊക്കെ ആയി സംസാരിച്ചിരുന്നു. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് നിലവിൽ ഈ നെടുമങ്ങാട് അർബൻ സഹകരണ ബാങ്ക് ഭരിക്കുന്നത്. അങ്ങനെ അവർ ഭരിക്കുന്ന ഒരു ബാങ്കിൽ നിന്ന് കോൺഗ്രസിന്റെ പ്രവർത്തകർ കൂടിയായിട്ടുള്ള ആളുകളാണ് ഈ വീട്ടിൽ താമസിക്കുന്നവരും. ഇവരുടെ മകൻ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ അവിടുത്തെ യൂണിറ്റ് തലത്തിൽ ജനറൽ സെക്രട്ടറി സ്ഥാനമൊക്കെ വഹിക്കുന്ന ആളുകൂടിയായിരുന്നു. ഇങ്ങനെയുള്ള ഒരു ബാങ്ക് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ആണ് ഈ പാർട്ടി പ്രവർത്തകർ കൂടിയായിട്ടുള്ള ആളുകൾക്കെതിരായിട്ടുള്ള ഇത്തരം ഒരു വളരെ മോശമായ നിഷ്ഠൂരമായ ഒരു ഇടപെടൽ ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും ഈ പണം തിരികെ അടയ്ക്കാൻ, അതായത് ഈ ബാങ്കിന്റെ സമീപനങ്ങളൊക്കെയും വളരെ ഗുരുതരമായ പിശകുള്ളതാണ്. പണമടയ്ക്കാത്തത് കൊണ്ട് അത് റിക്കവർ ചെയ്യുന്നു അല്ലെങ്കിൽ അത് വീണ്ടെടുക്കുന്നു എന്ന നിയമപരമായ വിഷയമല്ല ഇവിടെ. നോക്കൂ, ഒന്ന്, ആ കുടുംബത്തിൻ്റെ ദുരിതനാവസ്ഥ ഒരു സഹകരണ ബാങ്കായിട്ടും കോൺഗ്രസ് ഭരിക്കുന്ന ഈ സഹകരണ ബാങ്ക്, നെടുമങ്ങാട് സഹകരണ ബാങ്ക് കൈക്കൊണ്ടില്ല എന്ന ഗുരുതരമായ പ്രശ്നം അവിടെ നിൽക്കുന്നു. ഒന്ന്. രണ്ട്, 1 ലക്ഷം രൂപ എടുത്തിട്ടവർ നിരവധി തവണകളായി അത് അടച്ചുകൊണ്ടിരിക്കുകയാണ് പല ഘട്ടങ്ങളിലും. 3, ഇവിടേക്ക് എത്തിയിട്ട് ഇയാളെ, ആ ഗൃഹനാഥനെ അവിടെ നിന്നും പറഞ്ഞ് ബാങ്കിലേക്ക് പണമടയ്ക്കാൻ വിട്ടിട്ടാണ് ഇത്തരത്തിലൊരു തടിപ്പണിക്കാരനെ കൊണ്ട് ഇതൊക്കെ അടച്ചു പൂട്ടിക്കുന്നത്, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് ബാങ്ക് നൽകിയ ഉറപ്പാണ്. അതായത് ഈ മാസം 30-നകം പണം അടച്ചാൽ മതി എന്നുള്ള കാര്യം ബാങ്ക് തന്നെ നൽകിയ ഉറപ്പാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ സമയത്തേക്ക് ഒരു ഗഡുവായി തിരിച്ചടക്കാനുള്ള തുകയുടെ ഒരു ഗഡു അടക്കാം എന്നിവർ തീരുമാനിക്കുകയും ചെയ്തു. അതിനായി പലരെയും സമീപിക്കുകയും ചെയ്തു. പലരും പണം നൽകാം എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തതാണ്. അതിനിടയിലാണ് പെട്ടെന്ന് തന്നെ ഇവർ ജോലിക്ക് പോയ സമയത്ത് പെട്ടെന്ന് ബാങ്കിലെ ജീവനക്കാരും അതുപോലെ തന്നെ ഒരു സംഘവും ജീപ്പിലെത്തി ഇത് തങ്ങൾ റിക്കവർ ചെയ്യുകയാണെന്നൊക്കെ പറയുന്നത്. എവിടെയെങ്കിലും പോയി മാറി താമസിച്ചോളണമെന്നൊക്കെ പറഞ്ഞു എന്നാണ് അവർ തന്നെ വ്യക്തമാക്കുന്നത്. ഇങ്ങനെ ഒരു ഈ പണം അടക്കാമെന്ന് കൃത്യമായി പറയുകയും ഉറപ്പ് നൽകുകയും ചെയ്ത ഒരു കുടുംബത്തെയാണ് ഇത്തരത്തിൽ വീട്ടിൽ നിന്ന് പുറത്താക്കി ഇത്തരത്തിൽ പട്ടികയൊക്കെ ഉപയോഗിച്ച് വാതിലൊക്കെ അടച്ച് പൂട്ടുന്ന നിലയിലേക്കുള്ള ഒരു പ്രവൃത്തി ഇവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭരണസമിതിയൊക്കെ ആയിരുന്നെങ്കിൽ ഇതൊരു വലിയ ചർച്ചയാവുമായിരുന്നു. ഇപ്പോൾ കൈരളി മാത്രം നൽകുന്ന ഒരു വാർത്തയായി ഇത് ഒതുങ്ങുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്നുള്ളതും എടുത്തു കാണേണ്ടതാണ്. ജിംഷാദ്. ശരി. നെടുമങ്ങാട് സഹകരണ ബാങ്ക്, കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കിൻ്റെ ക്രൂരതകളാണ് ഇപ്പോൾ പുറത്തെത്തുന്നത്. വീട് പണം അടയ്ക്കാനുള്ള എന്ന കാരണം കാട്ടി നിർധനരായ ഒരു കുടുംബത്തെയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇറക്കിവിട്ട് പൂട്ടുന്നത് ആ വീട്. അതിനെതിരായി വലിയ ശക്തമായ ജനകീയ വികാരമുണ്ടാകുന്നു. CPIM അടക്കമുള്ളവർ അവിടെ രംഗത്തെത്തി ആ വീട് തുറന്നു നൽകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു. പണം അടയ്ക്കാനായി ബാങ്കിലേക്ക് പറഞ്ഞയച്ച ശേഷമാണ്, ഗൃഹനാഥനെ പറഞ്ഞയച്ച ശേഷമാണ് ബാങ്ക് ഇത്തരത്തിൽ വീട് പൂട്ടുന്നതെന്ന ക്രൂരത കൂടി അവിടെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് വിജിൻ വായന്തോട് നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. കാസർഗോഡ് എരഞ്ഞിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ 3 കുട്ടികളെ കാണാതായി. തെരച്ചിലിനൊടുവിൽ ഇതാ ഒരു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. 2 കുട്ടികൾക്കായി തെരച്ചിൽ തുടരുകയാണ്. ഇതിൻ്റെ വിവരങ്ങളുമായി സിജു കണ്ണൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സിജു, ഈ ഒഴുക്കിൽപ്പെട്ടവർക്കായി ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണോ? കുട്ടികളാണോ? അവർ പഠിക്കുന്നവരാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ജിംഷാദ്, കാസർഗോഡ് എരഞ്ഞിപ്പുഴയിലാണ് അപകടമുണ്ടായത്. പൈസിനിപ്പുഴയിൽ 2:30 അപകടമുണ്ടായത്. പുഴയിൽ കുളിക്കാനിറങ്ങിയ 3 കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. സിജുവാണ് വിവരങ്ങൾ നൽകാൻ ശ്രമിച്ചത്. എരഞ്ഞിപ്പുഴയിൽ 3 കുട്ടികൾ കുളിക്കാനിറങ്ങവെയാണ് ഒഴുക്കിൽപ്പെട്ടത്. അതിൽ ഒരു കുട്ടിയുടെ മൃതദേഹം ലഭിച്ചിരിക്കുന്നു. ഒരു കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ 2 പേർക്കായി, മറ്റ് 2 കുട്ടികൾക്കായി തെരച്ചിൽ ഊർജിതമായി അവിടെ തുടരുകയാണ്. കാണാതായ 2 പേർക്കായിട്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ തുടരുന്നത്. കുളിക്കാനിറങ്ങിയാണ്. ഏതാണ്ട് ഉച്ചയോടുകൂടി 2:30 അല്പം മുമ്പാണ് കുളിക്കാനിറങ്ങിയത്. പെട്ടെന്ന് ഒഴുക്കുണ്ടാവുകയായിരുന്നു. സിജു കണ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. സിജു, ഈ കുളിക്കാനിറങ്ങുന്ന ഘട്ടത്തിൽ ശാന്തമായിരുന്ന പുഴ പെട്ടെന്ന് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. എന്തായിരുന്നു സംഭവിച്ചത്? ജിംഷാദ്, കാസർഗോഡ് എരഞ്ഞിപ്പുഴയിലാണ് സംഭവം. പൈസിനിപ്പുഴയിൽ 2 മണിയോടുകൂടി കുളിയ കുട്ടികളാണ് നൽകുന്ന വിവരം. മഞ്ചേശ്വരത്തെ സിദ്ദിഖിന്റെയും റംലയുടെയും മകൻ റിയാസ്, അതോടൊപ്പം തന്നെ എരഞ്ഞിപ്പുഴയിലെ അഷറഫിന്റെയും ഷുബാനയുടെയും മകൻ യാസിൻ, മജീദിന്റെ മകൻ സമദ് എന്നിവരാണ് അപകടത്തിൽ പെട്ടത്. ഇതിൽ
ഇതിൻ്റെ മകൻ സമദ് എന്നിവരാണ് അപകടത്തിൽ പെട്ടത്. ഇതിൽ അപകടമുണ്ടായ ഉടനെ ഒരു ഉമ്മ ഒപ്പമുണ്ടായി. കൊണ്ടുപോകും വഴി ആ കുട്ടി മരണപ്പെട്ടിരിക്കുന്നു. സിദ്ദിഖിന്റെ മകൻ റിയാസ് ആണ്, 17 വയസ്സുകാരനാണ് മരിച്ചത്. ഇനി 2 കുട്ടികളെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇപ്പോൾ ആ തെരച്ചിൽ വിഭാഗത്തെ തുടരുകയാണ്. 13 വയസ്സുള്ള 2 കുട്ടികളെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഇതിൽ ഒരു കുട്ടിക്ക് നീന്തലറിയില്ല. ആ കുട്ടി ആദ്യം അപകടത്തിൽപ്പെട്ടു. പിന്നീട് മറ്റ് 2 കുട്ടികൾ രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തുമ്പോൾ അവരും നീങ്ങി താഴുകയെന്നാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിവരം. പോലീസ്, അതോടൊപ്പം തന്നെ അഗ്നിരക്ഷാസേന, സ്കൂബ സംഘാംഗങ്ങൾ തുടങ്ങിയവർ സ്ഥലത്തുണ്ട്. അവരിപ്പോൾ രക്ഷാദൗത്യം നാട്ടുകാരുടെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് രക്ഷാദൗത്യം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത് ആരാണ് തെരച്ചിൽ നടത്തുന്നത്? നാട്ടുകാർക്കൊപ്പം ഈ തെരച്ചിൽ പ്രാമുഖ്യമുള്ളവർ ഉണ്ടോ, അല്ലെങ്കിൽ അധികൃതരുടേതായ തെരച്ചിലുണ്ടോ? എങ്ങനെയാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത് സിജു കണ്ണൻ? തദ്ദേശീയരായ നാട്ടുകാരും അതോടൊപ്പം തന്നെ അഗ്നിരക്ഷാസേന, സ്കൂബ സംഘാംഗങ്ങൾ, പോലീസ് തുടങ്ങിയവരാണ് നിലവിൽ രക്ഷാദൗത്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 മണിക്ക് ശേഷം അപകടമുണ്ടായ ഉടൻ തന്നെ അധികൃതരെല്ലാം തന്നെ എത്തിയിരുന്നു. അഗ്നിരക്ഷാസേന, പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിരുന്നു. ഈ പുഴയെക്കുറിച്ച് കൃത്യമായി അറിയുന്ന നാട്ടുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ആ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തൊട്ടടുത്തുള്ള പാലത്തിന് താഴെയാണ് ഇവർ കുളിക്കാൻ ഇറങ്ങിയത്. അതിൽ കുളിക്കുന്നതിനിടയിൽ ഒരു കുട്ടി അപകടത്തിൽപ്പെടുകയായിരുന്നു, മുങ്ങിത്താഴുകയായിരുന്നു. ഈ കുട്ടിക്ക് കൃത്യമായി നീന്തൽ വശമില്ല എന്നാണ് നാട്ടുകാർ ഇപ്പോൾ നൽകുന്ന വിവരം. പ്രാഥമികമായി ലഭിക്കുന്ന വിവരം മാത്രമാണ്. അതിൽ ആ കുട്ടി പുഴയിലേക്ക് മുങ്ങിത്താഴുന്ന സമയത്ത് മറ്റ് 2 കുട്ടികൾ രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തി. അതോടൊപ്പം തന്നെ ഒരു കുട്ടിയുടെ ഉമ്മ ഒപ്പമുണ്ടായിരുന്നു. ഇവർ രക്ഷാദൗത്യം നടത്തിക്കൊണ്ട് നാട്ടുകാർ കൂടി ഉടൻ ഓടി സ്ഥലത്തെത്തി. അവർ കൂടി ഉൾപ്പെട്ട് ഒരു കുട്ടിയെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞു. മഞ്ചേശ്വരത്തെ സിദ്ദിഖിന്റെ മകൻ റിയാസിനെയാണ് പുറത്തെത്തിയത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ഈ കുട്ടി മരണപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ മൃതദേഹം ചെർക്കള KK പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ 2 കുട്ടികളെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. എരഞ്ഞിപ്പുഴയിലെ അഷറഫിന്റെ മകൻ യാസിൻ 13 വയസ്സുകാരനാണ്. മജീദിന്റെ മകൻ സമദ് 13 വയസ്സുകാരനാണ്. ഇവർക്ക് 2 പേർക്കുമായി തിരച്ചിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുഴയെക്കുറിച്ച് കൃത്യമായി അറിയുന്ന നാട്ടുകാർ, അതോടൊപ്പം തന്നെ അഗ്നിരക്ഷാസേന, സ്കൂബ സേനാംഗങ്ങൾ തുടങ്ങിയവരാണ് തിരച്ചിൽ നടത്തുന്നത്. തിരച്ചിലിനായി കൂടുതൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് നിലവിൽ അറിയിച്ചിട്ടുണ്ട്. പുഴയുടെ ഈ പാലത്തിന് താഴെയാണ് അപകടത്തിൽപ്പെട്ടത്. പാലത്തിന് തൊട്ട് താഴെയുള്ള ഭാഗത്തായാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ജിംഷാദ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഭവം അറിഞ്ഞ് നാട്ടുകാരെല്ലാം തന്നെ സ്ഥലത്ത് ഇരുകരകളിലുമായി തടിച്ചുകൂടിയിട്ടുണ്ട്. തെരച്ചിൽ ഇപ്പോഴും ഈ മുങ്ങിയ സ്ഥലത്ത് നിന്ന് അകലെയാണോ ഈ ഒരു കുട്ടിയുടെ മൃതദേഹം കിട്ടിയത്? ഇവിടെ എരഞ്ഞിപ്പുഴയിൽ ഒരു പാലമുണ്ട് ഈ പൈസിനിപ്പുഴയ്ക്ക് കുറുകെ. ഈ പാലത്തിന്റെ പുഴയിലൊരു പാലമുണ്ട് ഈ പൈസിനിപ്പുഴയ്ക്ക് കുറുകെ. ഈ പാലത്തിന്റെ തൊട്ട് താഴെ ഭാഗത്തായാണ് ഈ കുട്ടികൾ കുളിക്കാനിറങ്ങിയത്. ഒരു കുട്ടിയുടെ ഉമ്മ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് ഏത് കുട്ടിയുടെ ഉമ്മയാണ് കൂടെ ഉണ്ടായിരുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അവിടെ ഈ പുഴയുടെ നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ നേരെ മറുകരയിലാണ് അവർ കുളിക്കാനിറങ്ങിയത്. അവിടെ നിന്ന് അപകടത്തിൽപ്പെട്ടു. അതിനുശേഷം തൊട്ട് താഴെ വെച്ചാണ് ഒരു കുട്ടിയെ കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടെയാണ് ആ കുട്ടി മരണപ്പെട്ടത്. റിയാസ് എന്ന് പറയുന്ന 17 വയസ്സുകാരൻ +1 വിദ്യാർത്ഥിനിയാണ് എന്നാണ് നാട്ടുകാർ നൽകുന്ന വിവരം. ആ കുട്ടി അപകടത്തിൽപ്പെട്ടപ്പോൾ മറ്റു കുട്ടികളും ഒരുമിച്ചുണ്ടായിരുന്ന സ്ത്രീയും ഇവരെ രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തി. പക്ഷേ പുഴയിൽ മറ്റ് 2 കുട്ടികളും മുങ്ങിത്താഴുകയായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 13 വയസ്സുകാരായ 2 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഈ അപകടം നടന്ന സ്ഥലത്തിന് തൊട്ട് താഴേക്ക് നീങ്ങി ഒരു 100 മീറ്റർ മാറിയുള്ള ഭാഗം ഉൾപ്പെടെയാണ് ഇപ്പോൾ ആ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാർ തെരച്ചിലിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ മറ്റധികൃതരും അഗ്നിരക്ഷാസേനയും സ്കൂബ സേനാംഗങ്ങളുമെല്ലാം തന്നെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. മുഴുവൻ ഭാഗങ്ങളും പുഴയിൽ താരതമ്യേന വെള്ളം കുറവാണ്. പക്ഷേ ഈ പുഴയിൽ ഈ പാലത്തിന് തൊട്ട് താഴെയായി അല്പം ആഴമുള്ള സ്ഥലമുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആ ഭാഗത്തുൾപ്പെടെ ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ സംവിധാനങ്ങൾ തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും തെരച്ചിൽ തുടരുകയാണ്. 2 കുട്ടികളെയാണ് കണ്ടെത്താനുള്ളത്. തീർച്ചയായും സിജു കണ്ണൻ, അതായത് ഈ ഉമ്മ നോക്കി നിൽക്കുകയാണ് ഈ 3 കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടു പോകുന്നത് അല്ലേ? ഇപ്പോൾ നാട്ടുകാർ നൽകുന്ന പ്രാഥമിക വിവരമാണ് ജിംഷാദ്. ഒരു കുട്ടിയുടെ ഉമ്മ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് ആ നാട്ടുകാർ പറയുന്നത്. മറ്റ് 3 കുട്ടികളും ഉൾപ്പെടെ പുഴയിലേക്ക് വരികയായിരുന്നു. കുട്ടികൾ പുഴയിൽ കുളിക്കാനിറങ്ങിയ സമയത്ത് അപകടത്തിൽപ്പെട്ടു എന്നാണ് പറയുന്നത്. അപകടം നടന്ന ഉടൻ തന്നെ ഈ സ്ത്രീ ബഹളം വെക്കുകയും അതോടൊപ്പം തന്നെ ഈ കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. ഈ മഞ്ചേശ്വരത്തെ സ്വദേശിയായ സിദ്ദിഖിൻ്റെ മകൻ റിയാസ് ആണ് മരണപ്പെട്ടത്. ഈ കുട്ടി ക്രിസ്മസ് അവധിയിൽ
ഇങ്ങോട്ട് ബന്ധുവീട്ടിലേക്ക് വന്നതാണ്. അഷ്റഫും അതോടൊപ്പം തന്നെ മജീദും സഹോദരങ്ങളാണ്. ഇവരുടെ 2 കുട്ടികളാണ്, 13 വയസ്സുകാർ. ഇവരുടെ സഹോദരിയാണ് മഞ്ചേശ്വരത്തെ സിദ്ദീഖിൻ്റെ ഭാര്യ റംല. അപ്പോൾ ഈ ക്രിസ്മസ് സമയത്ത് ഇവിടെ ബന്ധുവീട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് വന്നതാണ്. അങ്ങനെ ആ കുട്ടിയാണ് അപകടത്തിൽപ്പെട്ടത്. ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് ആ കുട്ടിയാണ്. ഇവിടെയുള്ള എരഞ്ഞിപ്പുഴയിലെ അഷ്റഫിൻ്റെ മകൻ യാസിൻ, അതോടൊപ്പം തന്നെ മജീദിൻ്റെ മകൻ സമദ് എന്നിവരെയാണ് ഇനിയിപ്പോൾ കണ്ടെത്താനുള്ളത്. തീർച്ചയായും ഈ 2 പേർക്കായുള്ള തിരച്ചിലാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ മരിച്ച ബന്ധുവിൻ്റെ വീട്ടിലെത്തിയ പയ്യൻ, ആ കുട്ടിയുടെ മൃതദേഹമാണ് ലഭിച്ചത്. ഇനി 2 പേരെ കണ്ടെത്താനുണ്ട്. അവരെ ജീവനോടുകൂടി കണ്ടെത്താനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത്. വലിയ ഒഴുക്കുണ്ടോ പുഴയിൽ? പുഴയിൽ അങ്ങനെ കാര്യമായ ഒഴുക്കിൽ വെള്ളം കുറവാണ്. പക്ഷേ ഈ പാലത്തിന് സമീപത്തായി പുഴയിൽ ആഴമുള്ള ഭാഗമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമുക്ക് നാട്ടുകാരോട് വിവരം ചോദിക്കാം. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്ന്? അവർ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. കൂട്ടത്തിൽ എടുത്ത കുട്ടിയുടെ അമ്മ ഉണ്ടായിരുന്നു. അമ്മയുടെ കൂടെ 3 പേരും. പെട്ടെന്നാണ് ഒരു കുട്ടി ഇതാവുന്നു, രണ്ടാമത്തെ കുട്ടികളും ഒന്നിച്ച് പോകുന്നു. അത് കണ്ടുവന്ന അമ്മ കൂക്കി വിളിച്ച് ഒരാളെ പുറത്തെടുത്തു. രണ്ടാമത്തെ മറ്റേ 2 പേരെ എടുക്കാൻ പോകുമ്പോഴേക്കും അവർ താഴ്ന്നു. അപ്പോൾ നീന്താൻ ഒരാൾക്ക് മാത്രമേ അറിയൂ. നന്നായിട്ട് എന്താണെന്നറിയില്ല, കുറേശ്ശെ എന്താണെന്നറിയാം. ആദ്യം ഒരു കുട്ടി അപകടത്തിൽപ്പെട്ടപ്പോൾ രക്ഷപ്പെടുത്താൻ ശ്രമിക്കായിരുന്നു. 2 പേർ ഒന്നിച്ച് 3 പേർ ഒന്നിച്ച് ഇറങ്ങിയതാണ്. 3 പേർ ഒന്നിച്ച് ഇറങ്ങി 3 വെള്ളത്തിൽ താഴ്ന്ന സമയത്ത് ഒരാൾ പെട്ടെന്ന് വലിച്ച് പുറത്തിട്ടു. രണ്ടാമത് മറ്റേ ആളെടുക്കാൻ പോകുമ്പോഴേക്കും അവർ താഴ്ന്നു പോയി. ഒരു കുട്ടി ഈ മഞ്ചേശ്വരത്താണല്ലേ ഇവിടെ ഈ ക്രിസ്മസ് അവധിക്ക് ഇവിടെ വീട്ടിലേക്ക്? ഇവിടെ കച്ചവടം നടത്തുന്ന അഷറഫിൻ്റെ മകനും അനിയൻ്റെ മകനും പെങ്ങളുടെ മകനാണ്. ഈ പെങ്ങളുടെ മകനാണ് മഞ്ചേശ്വരത്തുള്ളത്. അവരുടെ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് ലീവിൻ്റെ സമയത്ത് വന്നതാണ്. അങ്ങനെയാണ് 3 പേരും കുളിക്കാൻ ഇറങ്ങുന്നത്. കൂട്ടത്തിൽ ഉമ്മയുണ്ടായിരുന്നു. ഉമ്മയാണ് ആദ്യം നിലവിളിക്കുന്നത്. കുട്ടികളിങ്ങനെ വെള്ളത്തിൽ പോയി. അപ്പോൾ ചുറ്റുപാടുള്ളവർ വന്നു. അപ്പോഴേക്ക് ഉമ്മേനെ പ്രഭാതി കയറ്റാനുള്ള ശ്രമം നടത്തിയിരുന്നു. അപ്പോൾ മറ്റാളെ കുട്ടീനെ എടുത്ത് പുറത്തെടുക്കുമ്പോഴേക്ക് 2 കുട്ടികളും താഴ്ന്നു പോയി. പിന്നെ തപ്പി നോക്കി കിട്ടിയില്ല. അപ്പോഴേ പറഞ്ഞപ്പോൾ പിന്നെ ആൾക്കാരുടെ നാട് കൂടി എല്ലാം വന്ന് പുഴയിലിറങ്ങി. ഇവിടെ പരിസരത്തുള്ളവർക്കെല്ലാം അറിയാം സാറിന് എന്താണെന്നറിയാം. അവർക്ക് സാറിന് മുങ്ങുന്നവരാണ്. മുങ്ങാൻ പരിചയമുള്ളവരെല്ലാം വന്നിട്ട് മുങ്ങിക്കൊണ്ടിരുന്നു. ഉടനെ ഫയർഫോഴ്സ് എത്തി. ഞാനെത്തുമ്പോഴേ ഫയർഫോഴ്സ് എത്തിയിരുന്നു. ഇപ്പോൾ ഈ പരിചയമുള്ളവർ, ഈ പുഴയെക്കുറിച്ച് പരിചയമുള്ളവരാണ്? പുഴയെക്കുറിച്ച് പരിചയമുള്ളവർ ഈ ചുറ്റുപാടുള്ളവർ തന്നെയാണ്. അവർ ഏത് സമയത്തും ഏത് വെള്ളത്തിലും അങ്ങോട്ട് അപ്പുറത്തും പോകും. അങ്ങനെയുള്ളവരാണ്. ഇവിടെ അപകടം ഉണ്ടായത് എവിടെയാണ്? ഈ പാലത്തിനടുത്ത്? ഇത് ഈ നമ്മൾ നിൽക്കുന്ന പിന്നെ തൊട്ട് മേലെ, ഈ മുമ്പേ 200 മീറ്റർ മേലെ അവിടെ പിന്നെ തോണി അപകടം ഉണ്ടായത്. കുറേ വർഷം മുമ്പ് 84 മറ്റാണ്. ആഴമുള്ള ഏരിയ. ഇവിടെ ആഴമുണ്ട്. ഇവിടെ ഈ നമ്മൾ നിൽക്കുന്ന പോയിരുന്ന ആഴമുണ്ട്. ഇവിടെ ഉണ്ട്. ഇവിടെ മേലെ ഒഴുക്കില്ലെങ്കിലും അടിയിൽ ഒഴുക്കുണ്ട് എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. ഏകദേശം 2:20. ഞാൻ 2:30 എന്നെ വിളിക്കുന്നത്. അപ്പോഴേക്കും 10-15 മിനിറ്റ് ആയതേ ഉള്ളൂ വിളിക്കും. ആ സമയത്ത് തന്നെ ഞാനിവിടെ 2:45 എത്തിയിരുന്നു. അപ്പോഴേക്കും ആദ്യത്തെ കുട്ടീനെ കാസർഗോഡ് കൊണ്ടുപോയി. 10 മുമ്പ് മരിച്ചെന്നാണ് പറഞ്ഞിട്ട് സംഭവം. ആശുപത്രിയിൽ ജീവനോടെ രക്ഷിച്ചെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ഘട്ടത്തിലാണോ മരിച്ചത് ഒരു കുട്ടി? ജിംഷാദ്, ഒരു കുട്ടിയെ ആദ്യം തന്നെ വളരെ പെട്ടെന്ന് പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചു. പക്ഷേ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് മരണം നടന്നത് എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. പുറത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് എത്തിച്ചത്. ഈ ആശുപത്രിയിലേക്കുള്ള വഴിമതിയാണ് മരണം സംഭവിച്ചത്. മഞ്ചേശ്വരത്തെ സിദ്ദീഖിൻ്റെയും റംലയുടെയും മകൻ 17 വയസ്സുകാരനായ റിയാസാണ് മരിച്ചത്. റിയാസിൻ്റെ മൃതദേഹം ഇപ്പോൾ അവിടെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സഹോദരങ്ങളുടെ മക്കളാണ് അപകടത്തിൽപ്പെട്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അഷറഫ്, മജീദ്, അതോടൊപ്പം തന്നെ റംല എന്നിവർ സഹോദരങ്ങളാണ്. ഇവരുടെ മക്കളാണ് അപകടത്തിൽ പെട്ടത്. ഇതിൽ റംല മഞ്ചേശ്വരത്താണ് വിവാഹം ചെയ്ത് കൊണ്ടുപോയത്. അവിടെയാണ് അവർ താമസിക്കുന്നത്. ഈ ക്രിസ്മസ് അവധിക്കാലത്ത് സ്വന്തം വീട്ടിലേക്ക് മകനുമായി വന്നതായിരുന്നു. അങ്ങനെയാണ് ഈ അപകടത്തിൽപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ 2 കുട്ടികളെ കൂടി ഇനി കണ്ടെത്താനുണ്ട്. 13 വയസ്സുകാരായ 2 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഇതിൽ ഒരാൾക്ക് മാത്രമേ നീന്തൽ അറിയൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. മറ്റ് 2 പേർക്കും നീന്തൽ അറിയില്ല. ഈ 17 വയസ്സുകാരനായ കുട്ടി റിയാസ്
റിയാസ് എന്ന കുട്ടി അപകടത്തിൽപ്പെട്ട സമയത്ത് ആ കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ളൊരു ശ്രമമായിരുന്നു നടത്തിയിരുന്നത്. ഇതിൽ റിയാസിൻ്റെ ഉമ്മ കൂടി റംല കൂടി ഒരുമിച്ചുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അപകടം നടന്നയുടനെ ഇവർ ബഹളം വെച്ചു. തൊട്ട് സമീപത്തുണ്ടായിരുന്ന നാട്ടുകാരെല്ലാം തന്നെ സ്ഥലത്തെത്തി വളരെ പെട്ടെന്ന് രക്ഷാദൗത്യം നടത്തി. ഈ കുട്ടിയെ ആദ്യം കണ്ടെത്താൻ കഴിഞ്ഞു. എന്നാൽ ഈ കുട്ടിയോടൊപ്പം തന്നെ മുങ്ങിത്താണ് മറ്റ് 2 കുട്ടികളെയാണ് കണ്ടെത്താനുള്ളത്. 13 വയസ്സുകാരായ കുട്ടികളാണ്. ക്രിസ്മസ് അവധിക്കാലമാണ്. ഈ അവധിക്കാലം ആഘോഷിക്കുന്നതിന് വേണ്ടി ഈ കുട്ടികളെ ഉമ്മയോടൊപ്പം ആ പുഴയിലെത്തിയതായിരുന്നു. പുഴയിൽ കുളിക്കുന്നതിനായി എത്തിയതായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആഴമുള്ള ഭാഗത്ത് അബദ്ധത്തിൽപ്പെടുകയായിരുന്നു. അവിടെയാണ് ആദ്യം ഒരു കുട്ടി മുങ്ങിത്താണത്. 17 വയസ്സുകാരനായ കുട്ടി. അതിനുശേഷം മറ്റ് 2 കുട്ടികളും ഒപ്പം തന്നെ പുഴയിലേക്ക് മുങ്ങിത്താഴുന്നൊരു സാഹചര്യമായിരുന്നു. അതിൽ 17 വയസ്സുകാരനെ ആ പുഴയിൽ നിന്ന് വളരെ പെട്ടെന്ന് പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞെങ്കിലും ആ ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. വളരെ ദാരുണമായ ഒരു അപകടമാണ് ഇവിടെ എരഞ്ഞിപ്പുഴയിൽ, പൈസിനിപ്പുഴയിൽ എരഞ്ഞിപ്പുഴ പാലത്തിന് സമീപത്തായി ഉണ്ടായിരിക്കുന്നത്. 13 വയസ്സുകാരായ 2 കുട്ടികളെ കൂടി ഇനി കണ്ടെത്തേണ്ടതുണ്ട്. പുഴയെക്കുറിച്ച് കൃത്യമായി അറിയുന്ന, പുഴയുടെ ആഴങ്ങളെല്ലാം തന്നെ കൃത്യമായി അറിയുന്ന നാട്ടുകാരുടെ നേതൃത്വത്തിൽ അതോടൊപ്പം തന്നെ അഗ്നിരക്ഷാസേന, സ്കൂബ സേനാംഗങ്ങൾ, പോലീസ് എല്ലാം തന്നെ കൃത്യസമയത്ത് തന്നെ സംയോജിതമായ സ്ഥലത്തെത്തി രക്ഷാദൗത്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ തൊട്ട് മുകളിലായി ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്ത് നിന്ന് മുകൾ ഭാഗത്തായി ഈ പൈസിനിപ്പുഴയിൽ ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ തൊട്ട് താഴെയാണ് ഈ കുട്ടികൾ കുളിക്കാനിറങ്ങിയത്. അവിടെ ആഴമുള്ള ഭാഗമുണ്ട്. കരയിലായിരുന്നു കുട്ടികൾ ഉണ്ടായിരുന്നത്, ആഴം കുറഞ്ഞ ഭാഗത്ത്. പക്ഷേ അബദ്ധത്തിൽ ഈ ആഴമുള്ള ഭാഗത്ത് പെടുകയായിരുന്നു. ഒരു കുട്ടി മുങ്ങിത്താഴുകയായിരുന്നു. ഒപ്പം രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെ മറ്റ് 2 കുട്ടികൾ കൂടി അപകടത്തിൽ പെടുകയായിരുന്നു. ഇപ്പോൾ 2 കുട്ടികളെയാണ് കണ്ടെത്താനുള്ളത്. ഇപ്പോൾ തെരച്ചിൽ നടത്തുന്ന കുട്ടികൾക്ക് പുഴയെക്കുറിച്ച് അറിയാവുന്നവരാണ്, തദ്ദേശീയരാണ്, അവർക്ക് നീന്തലും അറിയാം ഭാഗികമായി, വൈദഗ്ധ്യമുള്ള നീന്തലല്ലെങ്കിൽ പോലും. അതാണ് നാട്ടുകാർ പറയുന്നത് അല്ലേ? രണ്ട് കുട്ടികൾ ഇവിടെ എരഞ്ഞിപ്പുഴയിൽ തന്നെ ഉള്ളതാണ്. ഈ പുഴയുടെ മറുകരയിൽ, നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ മറുഭാഗത്താണ് അവരുടെ വീട്. എരഞ്ഞിപ്പുഴയിൽ അഷ്റഫിൻ്റെ മകൻ യാസിൻ, അതോടൊപ്പം തന്നെ മജീദിൻ്റെ മകൻ സമദ്, 13 വയസ്സുകാരായ കുട്ടികൾ. അവർക്ക് ഈ പുഴയെക്കുറിച്ചൊരു ധാരണയുണ്ട്. പക്ഷേ കൃത്യമായി രണ്ടുപേർക്കും നീന്തലറിയില്ല. ഒരാൾക്ക് അല്പം നീന്തലറിയാമെന്നാണ് പറയുന്നത്, മറ്റുള്ളവർക്ക് നീന്തലറിയില്ലായിരുന്നു എന്ന് പറയുന്നു. ഒരു കുട്ടി മഞ്ചേശ്വരത്ത് താമസിക്കുന്നതാണ്. ഇവരുടെ അഷ്റഫിൻ്റെയും മജീദിൻ്റെയും സഹോദരി റംലയുടെ മകൻ മഞ്ചേശ്വരത്താണ് താമസം. ഈ ക്രിസ്മസ് അവധിക്കാലത്ത് വീട്ടിലേക്ക് വന്നതായിരുന്നു, ഇവിടെ സ്വന്തം വീട്ടിലേക്ക് വന്നതായിരുന്നു. ഇതിനിടെ പുഴയിലേക്ക് വന്നതായിരുന്നു. പുഴയിൽ കുളിക്കാനുള്ള ശ്രമത്തിനിടെ അപകടത്തിൽ പെടുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വലിയൊരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്, നാടിന് നടുക്കിയൊരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. 3 കുട്ടികളാണ് പൈസിനി പുഴയിൽ അപകടത്തിൽ പെട്ടിരിക്കുന്നത്. 2 13 വയസ്സുകാരായ കുട്ടികളെ ഇനി കണ്ടെത്തേണ്ടതുണ്ട്. നാട്ടുകാരുടെയും അതോടൊപ്പം തന്നെ അഗ്നിരക്ഷാസേനയുടെയും പോലീസിൻ്റെയും എല്ലാം നേതൃത്വത്തിൽ ദ്രുതഗതിയിലുള്ള രക്ഷാദൗത്യം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നതിൻ്റെ തൊട്ട് മുകളിലായി, ഏതാണ്ട് 200 മീറ്റർ മുകളിലായി പൈസിനിപ്പുഴയ്ക്ക് കുറുകെ എരഞ്ഞിപ്പുഴ പാലമുണ്ട്. ആ പാലത്തിൻ്റെ തൊട്ട് താഴെയാണ് കുട്ടികൾ കുളിക്കാൻ ഇറങ്ങിയത്. ആദ്യം ഇവിടെ നേരത്തെ പല അപകടങ്ങളും നടന്ന വളരെ ആഴമുള്ള സ്ഥലമാണ്, ആഴമുള്ള പ്രദേശമുണ്ട്. അജുംഷാദ്, ഇവിടെ ആഴമുള്ള ഒരു ഭാഗമുണ്ട് ഈ പുഴയുടെ മധ്യഭാഗത്ത്. നേരത്തെ തന്നെ ഒരു തോണി അപകടം ഉൾപ്പെടെ നടന്നതാണെന്ന് നാട്ടുകാർ നേരത്തെ നമ്മളോട് സംസാരിക്കുന്നതിനിടയിൽ സൂചിപ്പിച്ചു. അത്തരമൊരു സ്ഥലമാണ്, വലിയ കയമാണ്. ആ ഭാഗത്താണ് ആദ്യം ഒരു കുട്ടി അപകടത്തിൽ പെട്ടത്. 17 വയസ്സുകാരനായ കുട്ടി മഞ്ചേശ്വരത്തെ സിദ്ദിഖിൻ്റെയും റംലയുടെയും മകൻ റിയാസ്. റംലയുടെ സഹോദരങ്ങളുടെ അഷ്റഫിൻ്റെയും മജീദിൻ്റെയും മക്കളാണ് മറ്റ് 2 പേർ അപകടത്തിൽപ്പെട്ടത്. യാസിൻ 13 വയസ്സുകാരൻ, സമദ് 13 വയസ്സുകാരൻ എന്നിവരാണ് അപകടത്തിൽ പെട്ടത്. ഇനി ഈ 2 കുട്ടികളെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഈ അപകടം നടക്കുന്നത് ഏതാണ്ട് 2:20 കൂടിയാണ് എന്നാണ് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ പറയുന്നത്. ഈ അപകടത്തിൽ മരിച്ച സിദ്ദിഖ് റിയാസിൻ്റെ ഉമ്മ കൂടെ ഉണ്ടായിരുന്നു, റംല കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടികൾ അപകടത്തിൽപ്പെട്ടപ്പോൾ ആദ്യം രക്ഷപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ നടക്കാത്തപ്പോൾ ഈ റംല ബഹളം വെച്ചു. അത് കേട്ട് നാട്ടുകാർ, തൊട്ടടുത്തുണ്ടായിരുന്ന നാട്ടുകാരെല്ലാം ഓടിക്കൂടി രക്ഷാദൗത്യം നടത്തുകയായിരുന്നു. ഈ കുട്ടി ആദ്യം പുറത്തെടുക്കാൻ സാധിച്ചു, പക്ഷേ മറ്റ് 2 കുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ 17 വയസ്സുകാരനായ കുട്ടി അപകടത്തിൽപ്പെട്ടപ്പോൾ പുഴയിലേക്ക് മുങ്ങിത്താഴുമ്പോൾ ഒപ്പം രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതാണ് മറ്റ് 2 കുട്ടികളിൽ നിന്നാണ്
മനസ്സിലാക്കുന്നത്. അവർ കൂടി ഈ പുഴയുടെ ആഴങ്ങളിലേക്ക് മുങ്ങി പോവുകയായിരുന്നു. ഇപ്പോൾ അവരെ കണ്ടെത്താനുള്ള ഒരു തെരച്ചിലാണ് ഇവിടെ നടക്കുന്നത്. പോലീസ് സംഘം എത്തിയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ അഗ്നിരക്ഷാസേന എത്തിയിട്ടുണ്ട്. പുഴയെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള, പുഴയുടെ എല്ലാ ഭാഗത്തും കൃത്യമായി എത്ര ആഴമുണ്ടെന്നുൾപ്പെടെ കൃത്യമായി അറിയുന്ന നാട്ടുകാരുടെയും ഉൾപ്പെടെ സഹകരണത്തോടു കൂടിയാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്, തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപകടം നടന്നതിൻ്റെ തൊട്ട് താഴെ 200 മീറ്റർ താഴേക്ക് വരെ മാറിയാണ് ഇപ്പോൾ ആ പരിശോധന നടത്തിയിരിക്കുന്നത്. സ്കൂബ സംഘം കൂടി അല്പസമയത്തിനകം ആ പരിശോധനയുടെ ഭാഗമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അപകട വിവരം പറഞ്ഞ് ഇരുവശത്തുമായി നാട്ടുകാർ വലിയ തോതിൽ തടിച്ച് കൂടിയിട്ടുണ്ട്. ജിംഷാദ്. ശരി, എന്തായാലും എരഞ്ഞിപ്പുഴയിൽ, കാസർഗോഡ് എരഞ്ഞിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ 3 കുട്ടികൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഒരാളെ ആ സമയം തന്നെ രക്ഷപ്പെടുത്താനായി എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല, കരക്കെത്തിക്കാനായെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകവേ ഒരു കുട്ടി മരിക്കുകയായിരുന്നു. മറ്റ് 2 കുട്ടികൾ, അവരെ കാണാനില്ല. അവർ എരഞ്ഞിപ്പുഴ പരിചയമായവരാണ്, നീന്തൽ ഭാഗികമായി അറിയാവുന്നവരാണ്. അതുകൊണ്ട് സ്വാഭാവികമായും കാണാതായ അവർക്കായി തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. വളരെ പ്രതീക്ഷയോടെ തിരച്ചിൽ തുടരുകയാണ്. അവരെ ജീവനോടെ തന്നെ ലഭിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂബ ഡൈവിംഗ് ടീമും അഗ്നിരക്ഷാസേനയുടെ പ്രത്യേക വിഭാഗവും പോലീസും തദ്ദേശീയരായ അവിടുത്തെ നീന്തൽ അറിയുന്ന എരഞ്ഞിപ്പുഴയെ പരിചയമുള്ള നാട്ടുകാരുമൊക്കെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അവരെ കരക്കെത്തിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് ദൃശ്യങ്ങൾ സഹിതം ഞങ്ങളുടെ പ്രതിനിധി സിജു കണ്ണൻ നൽകിയത്. ഒരിടവേളയ്ക്ക് ശേഷം മറ്റു വിവരങ്ങളിലേക്കും വാർത്തകളിലേക്കും വരാം. നോ കറ നോ ഡേർട്ട്, വസ്ത്രങ്ങൾക്ക് ഇനി വസന്തകാലം. വീറ്റോ വാഷിംഗ് പൗഡർ ഫ്രം ജൊനാരൻ. നാച്ചുറൽ ലൈറ്റും ഈ മനോഹരമായ വ്യൂവും ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? എന്നാൽ അത് സാധ്യമാകണമെങ്കിൽ നമുക്കും ആ കാഴ്ചകൾക്കുമിടയിൽ കരുത്തുറ്റൊരു ഗ്ലാസ് വേണം. സ്വിസ് ആൻഡ് ടെഫൻ ഗ്ലാസ്. ഇത് ക്ലിയർ ആണ്, സ്ട്രോങ് ആണ്, പിന്നെ സേഫുമാണ്. അയ്യോ, സോപ്പ് വേണ്ട, പൊടിയും വേണ്ട. പിന്നെ പുതിയ സോപ്പിക്. ഇത് മെഷീനിലടിയില്ല, വസ്ത്രങ്ങളിൽ പറ്റിപ്പിടിക്കില്ല. വസ്ത്രങ്ങൾക്ക് സുഗന്ധവും കൈകൾക്ക് മൃദുത്വവും. ഇനി വസ്ത്രങ്ങളുടെ വൃത്തിക്ക് സോപ്പും പൊടിയും വേണ്ട. സോപ്പിക്. ഞങ്ങൾ വളരുന്നത് നിങ്ങളുടെ കൈപിടിച്ചാണ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. ഈവനിംഗ് ഡിബേറ്റ് brought to you by മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. ബിർള ഓപ്പസ് പെയിന്റ്സ്, ലോകത്തിന് വർണ്ണമേകൂ. തിരിച്ച് ഈവനിംഗ് ഡിബേറ്റിലേക്ക്. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് വിട നൽകി രാജ്യം. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ദില്ലി നിഗംബോധ് ഘട്ടിൽ നടന്നു. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അടക്കമുള്ളവർ നിഗംബോധ് ഘട്ടിലെത്തി മൻമോഹൻ സിംഗിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. വിവരങ്ങളുമായി സ്വാതി രാജീവ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സ്വാതി, ഈ മൻമോഹൻ സിംഗ് എന്ന അതിപ്രഗത്ഭനായ സാമ്പത്തിക വിദഗ്ധൻ, ഒപ്പം മുൻകാലങ്ങളിൽ പ്രധാനമന്ത്രിയായിരുന്ന 2 തവണ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിത്വം, അങ്ങനെ രാഷ്ട്രീയ പൊതുജീവിതം പൂർണ്ണ വിരാമമിട്ട് അദ്ദേഹം യാത്രയായിരിക്കുന്നു. അദ്ദേഹത്തിന് അന്ത്യവിശ്രമം യമുനാ തീരത്ത് തന്നെ, അല്ലേ? അജിംഷാദ്, മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഡോക്ടർ മൻമോഹൻ സിംഗിന് ഇന്ന് നിഗംബോധ് ഘട്ടിലാണ് യാത്രാമൊഴി നൽകിയത്. രാവിലെ AICC ആസ്ഥാനത്തേക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നും മൃതദേഹം പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിൽ തന്നെ നേരെ AICC ആസ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു. AICC ആസ്ഥാനത്ത് 1 മണിക്കൂറോളം നീണ്ട പൊതുദർശനം ഉണ്ടായിരുന്നു. ആ പൊതുദർശനത്തിൽ പ്രമുഖ നേതാക്കൾ, കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, അനുഭാവികളെല്ലാം തന്നെയും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിരുന്നു. അതിനുശേഷമാണ് അവിടെ നിന്നും ദില്ലി നിഗംബോധ് ഘട്ടിലേക്ക് സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടുപോകുന്നത്. അതോടൊപ്പം ആ വാഹനത്തിന് അനുഗമിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള 100 കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവികളും ഒക്കെ തന്നെ, നേതാക്കൾ ഉൾപ്പെടെ നിഗംബോധ് ഘട്ടിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച തന്നെയാണ് കണ്ടത്. അദ്ദേഹത്തിന് വിട നൽകുമ്പോൾ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾ നൽകിക്കൊണ്ട്, പൂർണ്ണ ആദരവ് നൽകിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് രാജ്യം വിട നൽകിയത്. ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ
നേതാക്കളൊക്കെ തന്നെയും നിഗംബോധ് ഘട്ടിലെത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉപരാഷ്ട്രപതി, അതോടൊപ്പം രാഷ്ട്രപതി, കേന്ദ്ര മന്ത്രിമാർ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങി നിരവധി പേർ നിഗംബോധ് ഘട്ടിലെത്തി അദ്ദേഹത്തിന് പുഷ്പചക്രം അർപ്പിച്ചു. അതോടൊപ്പം കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖരായ നേതാക്കൾ സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഉള്ള നേതാക്കൾ നിഗംബോധ് ഘട്ടിൽ ഉണ്ടായിരുന്നു. സംസ്കാര ചടങ്ങുകൾ ഔദ്യോഗിക ബഹുമതികളോടെ ആദരവോടെയുമാണ് അദ്ദേഹത്തിന് യാത്രാമൊഴിയേകിയത്. ഇനി യമുനാ തീരത്തെ നിഗംബോധ് ഘട്ടിലാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത്. എന്നാൽ അതേസമയം അദ്ദേഹത്തിന്റെ ഈ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട സ്ഥലം വിട്ടു നൽകണമെന്നൊരു ആവശ്യം നേരത്തെ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു കേന്ദ്ര സർക്കാരിനോട്. എന്നാൽ ആ സ്ഥലം വിട്ടു നൽകാൻ തയ്യാറായില്ല എന്നുള്ളത് കോൺഗ്രസ് ഇപ്പോൾ വിമർശനമായി തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ ഉയർത്തുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം അതിനുള്ള മറുപടിയായി നൽകിയത് സ്മാരകത്തിനായി അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്നത് വരെ സ്മാരകത്തിനും വേണ്ടി സ്ഥലം നൽകും, അനാവശ്യമായിട്ടുള്ള ഒരു വിവാദവും കൊണ്ടുവരേണ്ടതില്ല, സ്ഥലം ഉറപ്പായും നൽകും എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും രാത്രി വൈകി ഒരു അറിയിപ്പായി ലഭിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഒരു ചെറിയ വിമർശനം കൂടി ഈ വിഷയത്തിൽ ഉയരുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ KC വേണുഗോപാൽ അടക്കം ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. എന്തായാലും രാജ്യത്ത് 10 വർഷക്കാലം പ്രധാനമന്ത്രിയായിട്ടിരുന്ന മൻമോഹൻ സിംഗ് മാത്രമല്ല വലിയ സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിലൊക്കെ തന്നെയും മുന്നോട്ടുള്ള അദ്ദേഹത്തെ ഇനിയൊരു ഓർമ്മകളിൽ മാത്രമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതും ഏറ്റവും ദുഃഖത്തോടെ തന്നെയാണ് രാജ്യം അദ്ദേഹത്തിൻ്റെ വിടവാങ്ങലിനെ നോക്കിക്കാണുന്നത്. അജീം ഷാ. മാത്രമല്ല ഈ സ്മാരകം, അദ്ദേഹത്തിൻ്റെ സ്മാരകം ട്രസ്റ്റിന് നൽകുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ എടുത്ത തീരുമാനം, ഇതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ എന്ന നിലയിൽ ചില മാധ്യമങ്ങളിലെ കണ്ടു. അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് സ്വാതി? അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഇന്നലെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ച ഒരു കത്ത് നൽകിയത്. മല്ലികാർജുൻ ഖാർഗെക്കും അതോടൊപ്പം കുടുംബത്തോടും ഒരു അറിയിപ്പ് എന്ന നിലയിലാണ് അറിയിച്ചിട്ടുള്ളത്. കോൺഗ്രസ് നേതാക്കൾ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് ഈ വിഷയം ചൂണ്ടിക്കാണിച്ചതാണ്. അദ്ദേഹത്തിന് പ്രത്യേകമായി സ്ഥലം അനുവദിക്കണം, സ്മാരകത്തിനായും സ്ഥലം അനുവദിക്കണം. അതായത് ഈ ശവസംസ്കാരം നടക്കുന്ന ഇടത്ത് തന്നെ സ്മാരകം ഉയർത്തണം എന്നുള്ളതാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ച ആവശ്യം. എന്നാൽ സ്മാരകത്തിനായി ഒരു പ്രത്യേക ട്രസ്റ്റ് രൂപീകരിക്കുമെന്നുള്ള റിപ്ലൈ ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിൽ വലിയ വിമർശനം ഉണ്ടാകുന്നുണ്ട് വിവിധ കോണുകളിൽ നിന്ന്. പ്രത്യേകിച്ചും പഞ്ചാബ് മുഖ്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. കാരണം ഒരു സിഖ് മതക്കാരനാണ്. അത്തരത്തിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ഈ ഒരു വിഷയം കൂടി കാരണമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ KC വേണുഗോപാലിൻ്റെ പ്രതികരണം വരുമ്പോൾ മൻമോഹൻ സിംഗിൻ്റെ അന്ത്യകർമ്മങ്ങൾ പ്രത്യേക സ്ഥലത്ത് നടത്തുക എന്ന് കോൺഗ്രസിൻ്റെ അഭിലാഷമായിരുന്നു. അടൽ ബിഹാരി വാജ്പേയിക്ക് സ്ഥലം കണ്ടെത്തിയിരുന്നല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു രാഷ്ട്രീയം കളിക്കുകയാണ്, വില കുറഞ്ഞ രാഷ്ട്രീയമാണ് ഇതിൽ കളിക്കുന്നത് എന്നുള്ള ആരോപണം കൂടി ഇപ്പോൾ സംഘടനാ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള KC വേണുഗോപാൽ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു വിമർശനം കൂടി ഈ വിഷയത്തിൽ ഉയർന്നു വരികയാണ്. അജീം ഷാ. തീർച്ചയായും KC വേണുഗോപാൽ അടക്കമുള്ളവർ കേന്ദ്ര സർക്കാരിൻ്റെ ഈ രാഷ്ട്രീയ കളിക്കലിനെതിരെ, സങ്കുചിതമായ രാഷ്ട്രീയം കളിക്കലിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് മൻമോഹൻ സിംഗിനോടുള്ള ഒരു അനാദരവായിട്ടാണ്, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു അനാദരവായിട്ടാണ് കോൺഗ്രസ് കാണുന്നത് ആ വിഷയം, അല്ലേ? കാരണം വാജ്പേയിക്ക് അനുവദിച്ചു, മൻമോഹൻ സിംഗിന് അനുവദിക്കാത്തത് എന്ത് എന്ന ചോദ്യമാണോ കോൺഗ്രസ് ഉയർത്തുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇന്നലെ ഇത് സംബന്ധിച്ച്, അതായത് ഇതിലൊരു തീരുമാനം ആകാത്ത പക്ഷം ഇന്നലെ കോൺഗ്രസ് നേതാക്കളൊക്കെയും നേരിട്ട് കണ്ട് പ്രധാനമന്ത്രിയുമായി ഈ വിഷയം സംസാരിച്ചതാണ്. കൃത്യമായും സ്ഥലം ആവശ്യമാണ് എന്നുള്ള ഒരു തീരുമാനം തന്നെ അവർ അറിയിക്കുകയായിരുന്നു. എന്നാൽ അതിന് മറുപടി വൈകി വന്നു എന്നതിനപ്പുറത്തേക്ക് സ്ഥലം അനുവദിക്കാൻ വൈകും എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. ട്രസ്റ്റ് രൂപീകരിക്കണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു വരുമ്പോൾ കോൺഗ്രസ് അതിന് തിരിച്ച് മറുപടിയായി പറയുന്നത് ഇത് തന്നെയാണ്. ഒരു വില കുറഞ്ഞ രാഷ്ട്രീയം ഇതിൽ കളിക്കുന്നു. മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള അനാദരവ് തന്നെയാണ് കേന്ദ്ര സർക്കാർ കാണിക്കുന്നത്. അതിൻ്റെ തെളിവാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകാൻ കാരണം എന്ന് അടക്കം പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് രംഗത്ത് വരുന്നത്. എന്തായാലും അദ്ദേഹം വിടവാങ്ങുമ്പോൾ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ വിവേചനം കൂടി കാണിക്കുന്നു എന്നുള്ളത് ഏറ്റവും ആശങ്കാജനകമായി തന്നെ നോക്കിക്കാണേണ്ടതാണ്. അജിം ഷാ. ശരി സ്വാതി ആണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വിഷയത്തിലേക്ക്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർക്കെതിരെ കടുത്ത നടപടിയുമായി സിറോ മലബാർ സഭ. സെന്റ് മേരീസ് ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വർഗീസ് മണവാളനെ വൈദിക വൃത്തിയിൽ നിന്നും വിലക്കി. പരസ്യമായി കുർബാന അർപ്പിക്കുന്നതിനും കുമ്പസാരിപ്പിക്കുന്നതിനുമാണ് വിലക്ക്. ഫാദർ ജോഷി വീഴപ്പറമ്പിൽ, ഫാദർ
തോമസ് വാളൂക്കാരൻ, ഫാദർ ബെന്നി പാലാട്ടി എന്നിവർക്കെതിരെയും നടപടിയുണ്ട്. തിയോഫിൻ വിവരങ്ങളുമായി ചേരുകയാണ്. തിയോഫിൻ, ഈ ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട നിലവിലത്തെ പ്രശ്നത്തിൻ്റെ ഏറ്റവും പുതിയ പ്രതിസന്ധിയാണോ കാണുന്നത്? എന്തൊക്കെയാണ് ഈ നടപടിക്ക് പിന്നിൽ? എന്തൊക്കെയാണ് ഇതേ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? അജിംഷാദ്, തീർച്ചയായും ഏകീകൃത കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് വിമത വിഭാഗത്തിനൊപ്പം നിന്ന വൈദികരാണ് ഈ 4 പേരും. അതിൽ പ്രധാനമായും തർക്കമുണ്ടായ എറണാകുളം സെൻറ് മേരീസ് ബസിലിക്ക പള്ളിയുടെ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വർഗീസ് മണവാളിനെ വൈദിക വൃത്തിയിൽ നിന്നും വിലക്കിക്കൊണ്ടാണ് ഏറ്റവും പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത്. സിറോ മലബാർ സഭയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരാണ് ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ഈ ഡിസംബർ മാസം 17-ാം തീയതി 4 വൈദികർക്കും മറ്റൊരു നിർദ്ദേശം നൽകിയത്, അതായത് ഒരു നടപടി സ്വീകരിച്ചുകൊണ്ടുള്ള ഉത്തരവ് 4 പേർക്കും അതിൻ്റെ പകർപ്പ് നൽകിയിരുന്നു. ഈ ഫാദർ വർഗീസ് മണവാളൻ, അതോടൊപ്പം തന്നെ തൃപ്പൂണിത്തുറ, പാലാരിവട്ടം, മാതാനഗർ ഈ 3 പള്ളികളിലെ വികാരിമാരായ ഫാദർ തോമസ് വാളൂക്കാരൻ, ബെന്നി പാലാട്ടി, ഫാദർ ജോഷി വേഴപ്പറമ്പിൽ, ഈ 3 പേർക്കും, അങ്ങനെ മൊത്തം 4 വൈദികർക്കെതിരെയാണ് നടപടി. ഇവരെ 4 പേരെയും അവർ ചുമതല വഹിക്കുന്ന ബസിലിക്ക, അതോടൊപ്പം തന്നെ മറ്റ് 3 പള്ളികൾ, ഈ 3 പള്ളികളുടെയും ചുമതലയിൽ നിന്നും 4 പേരെയും നീക്കിക്കൊണ്ടുള്ള ഉത്തരവാണ്. ചുമതലയിൽ നിന്നും ഒഴിയണമെന്നും ഫാദർ വർഗീസ് വാളൂക്കാരനോട് പ്രീസ്റ്റ് ഹോമിലേക്ക് മാറാനും നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് പിന്നാലെ ആണ് ഇപ്പോൾ പുതിയ നടപടി വന്നിരിക്കുന്നത്. അതായത് നേരത്തെ നൽകിയ ഉത്തരവ്, ഡിസംബർ 17 നൽകിയ ഉത്തരവനുസരിച്ച് അതാത് പള്ളികളുടെ ഇടവകളുടെ ചുമതലകളിൽ നിന്നും 4 പേരും മാറിയിട്ടില്ല. അതിനാലാണ് കടുത്ത നടപടി ഇപ്പോൾ വന്നിരിക്കുന്നത്. പരസ്യമായ കുർബാന അർപ്പിക്കരുത്, കുമ്പസാരം നടത്തരുത് എന്നാണ് നിർദ്ദേശം. അങ്ങനെ വൈദിക വൃത്തിയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ളൊരു നടപടിയാണ് 4 പേരോടും പ്രീസ്റ്റ് ഹോമിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസ്മസ് തലേ ദിവസമൊക്കെ ഇവരൊക്കെ നേരത്തെ, അതായത് അനുസരിക്കാതിരിക്കാൻ പഠിപ്പിക്കും, അല്ലെങ്കിൽ തിരുത്താൻ പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. പുതിയ സിറോ മലബാർ സഭയുടെ തലപ്പത്തെത്തിയ പുതിയ നേതൃത്വം വളരെ കർശന നടപടികളുമായി മുമ്പോട്ട് പോകും. നേരത്തെ മാർ ജോർജിൽ നിന്നും വ്യത്യസ്തമായി എന്നൊക്കെയാണ് തുടക്കത്തിൽ തന്നെ കേട്ടിരുന്നത്. അത്തരം നടപടികളുടെ ഒരു തുടർച്ചയായി ഇതിനെ കാണാം, അല്ലേ? അജിംഷാദ്, തീർച്ചയായും. അതായത് നേരത്തെ സഭാ നേതൃത്വം തീരുമാനിച്ചിരുന്ന നടപടി, അതായത് വിമത സ്വരങ്ങളെ ഇല്ലാതാക്കുക എന്ന ആ നടപടി, അതിനുവേണ്ടിയുള്ള ഒരു കർശന നടപടിക്രമങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കടുത്ത നടപടികൾ സ്വീകരിച്ചുകൊണ്ട് വിമത ശബ്ദങ്ങൾ ഇല്ലാതാക്കാനുള്ളൊരു ശ്രമമാണ് നേതൃത്വത്തിനെതിരെയുള്ള. അത്തരത്തിൽ ശ്രമത്തിൻ്റെ ഭാഗമായാണ് വിമത വിഭാഗം വിശ്വാസികൾക്കൊപ്പം നിന്ന വൈദികർ, അത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ വൈദികർ എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ളവരാണ് ഈ വിമത വിഭാഗം വിശ്വാസികൾക്കൊപ്പം നിന്നത്. അവരാണ് ഏകീകൃത കുർബാന വിഷയത്തിൽ തൽക്കാലം ഏകീകൃത കുർബാന വേണ്ട എന്ന വാദത്തിനൊപ്പം നിന്നവർ. അവർക്കാണ്, അതായത് ഏകീകൃത കുർബാന അർപ്പിക്കുക എന്നത്, ആ കുർബാന മറ്റ് രൂപതകളിൽ നടപ്പിലായി, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലായിട്ടില്ല. അതാണ് നേതൃത്വത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അവരെ ചൊടിപ്പിക്കുന്നത്. അത് നടപ്പിലാക്കിയെടുക്കുക എന്നതാണ് അവരുടെ ആവശ്യം. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുമെന്നാണ് ഇപ്പോൾ നമുക്കത് വ്യക്തമാകുന്നത്. തന്നെയുമല്ല, ചില വിശ്വാസികൾക്കൊപ്പം വൈദികർ നിൽക്കുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും നടപ്പിലാക്കാൻ ഇവർക്ക് താമസം നേരിടുന്നുണ്ട്. പല തർക്കങ്ങളുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അത്തരം വിഷയങ്ങൾക്കൊക്കെ പിന്നാലെ ഈ നേരത്തെ എടുത്ത നടപടി, അതായത് ഈ 4 വൈദികരെയും ബസിലിക്ക ഉൾപ്പെടെ 4 ബസിലിക്കയുണ്ട്, തൃപ്പൂണിത്തുറ ഫൊറോന പള്ളിയുണ്ട്, പാലാരിവട്ടം പള്ളിയുണ്ട്, മാതാനഗർ പള്ളി, ഈ 4 പള്ളികൾ, ഇവരെ അവരവരുടെ ചുമതലകളിൽ നിന്ന് നീക്കിക്കൊണ്ട് പ്രീസ്റ്റ് ഹോമിലേക്ക് മാറാനും നിർദ്ദേശം നൽകിയിരുന്നു. കുർബാന അർപ്പിക്കേണ്ടതില്ല എന്ന നിർദ്ദേശമാണ് നേരത്തെ നൽകിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് കുറച്ചുകൂടി കടുത്ത നടപടികളിലേക്ക് പോയിരിക്കുന്നു. പരസ്യമായ കുർബാനകൾ ഇനി അർപ്പിക്കരുത്, എല്ലാവരും തങ്ങളുടെ ചുമതലകളിൽ നിന്ന് ഒഴിയണം, നിർബന്ധമായി ഒഴിഞ്ഞ് പ്രീസ്റ്റ് ഹോമിലേക്ക് മാറാനാണ് ഇപ്പോൾ നിർദ്ദേശം. അതോടൊപ്പം തന്നെ കുമ്പസാരം നടത്തരുതെന്ന നിർദ്ദേശം. പ്രധാനമായും ഒരു വൈദിക വൃത്തിയെ സംബന്ധിച്ച് വൈദികർ പ്രധാനമായും ജനങ്ങൾക്ക്, വിശ്വാസികൾക്ക് വേണ്ടി അവർ ചെയ്യുന്ന പ്രധാന 2 കാര്യങ്ങളാണ്. ഒന്ന്, പരസ്യമായ കുർബാന അർപ്പണവും കുമ്പസാരവും. ഇത് രണ്ടിൽ നിന്നും വിലക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 18-ാം തീയതി സഭയുടെ പുതിയൊരു കോടതി ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഇത് പരിഹരിക്കാനായി ഇടപെടൽ, അല്ലെങ്കിൽ ഇതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിനായുള്ളൊരു ട്രൈബ്യൂണൽ ആരംഭിച്ചിരുന്നു. ഈ ട്രൈബ്യൂണലിലേക്ക് നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പുതിയ നടപടിയുടെ ഭാഗമായുള്ള തുടർ നടപടികളെല്ലാം ട്രൈബ്യൂണലിലേക്ക് കൈമാറിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അജിംഷാദ. ശരി, തിയോഫിനാണ് വിശദാംശങ്ങൾ നൽകിയത്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന തർക്കം കൂടുതൽ രൂക്ഷമായ നടപടികളിലേക്ക് നീങ്ങുകയാണ്. വിമത വൈദികർക്കെതിരെ കടുത്ത നടപടിയാണ് സിറോ മലബാറിൻ്റെ സഭാ നേതൃത്വം ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് തിയോഫിൻ നൽകിയത്.
തിരുവനന്തപുരത്ത് വർക്കലയിൽ CPIM പ്രവർത്തകൻ ഷാജഹാനെ ലഹരി മാഫിയ കൊലപ്പെടുത്തിയ സംഭവത്തിൽ സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പ്രതികൾക്കായി പോലീസ് തെരച്ചിൽ തുടരുകയാണ്. സാധുവായ പാർട്ടി പ്രവർത്തകനെയാണ് ലഹരി മാഫിയ കൊലപ്പെടുത്തിയത് എന്നാണ് വിഷയത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയ മുതലെടുപ്പിനും ശ്രമിക്കുന്നുവെന്നാണ് CPIM ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് V. ജോയ് പറഞ്ഞത്. ഈ റിപ്പോർട്ടിന് ശേഷം വാർത്തകളുമായി സിന്ദൂരി വിജയൻ തുടരും. CPIM പ്രവർത്തകൻ ഷാജഹാനെ ലഹരി മാഫിയ കൊലപ്പെടുത്തിയ സംഭവത്തിൽ സ്പെഷ്യൽ ടീമിനെ പോലീസ് നിയോഗിച്ചു. വെട്ടൂർ സ്വദേശികളായ ജാസിം, ഹായിസ്, നൂഹ്, സെയ്ദലി, ആഷിർ എന്നിവരാണ് പ്രതികൾ. ഇതിൽ 5-ാം പ്രതിയായ ആഷിറിനെ പോലീസ് അന്ന് രാത്രി തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ബാക്കി 4 പ്രതികളും ഒളിവിലാണ്. സെയ്ദാലി നിരവധി ക്രിമിനൽ കേസിലെ പ്രതി കൂടിയാണ്. സാധുവായ പാർട്ടി പ്രവർത്തകനെയാണ് ലഹരി മാഫിയ കൊലപ്പെടുത്തിയതെന്നും വിഷയത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നുവെന്നും CPIM ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് V. ജോയ് പറഞ്ഞു. യഥാർത്ഥത്തിൽ അവരുടെ ഷാജഹാന്റെ വീടുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിലെല്ലാം ഇടപെടുന്നത് ഞങ്ങളാണ്. അവിടുത്തെ CPM ആണ്, പാർട്ടിയാണ് ഇടപെടുന്നത്. ഇപ്പോൾ ഒരു മുതലെടുപ്പിന് വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ ഒരു പഞ്ചായത്ത് മെമ്പർ വനിതയെ മുൻനിർത്തി കോൺഗ്രസ് പരിശ്രമിക്കുകയാണ്. പ്രതിയെ പിടിക്കട്ടെ, പ്രതിയെ പിടിക്കുമ്പോൾ അറിയാം രാഷ്ട്രീയമായിട്ട് ഏത് ഭാഗത്താണ് അവർ നിന്നത് എന്നതിനെ സംബന്ധിച്ച് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. ഇവർക്കെല്ലാം, ഈ ക്രിമിനൽ സെറ്റുകൾക്കെല്ലാം ആവശ്യമായിട്ടുള്ള സഹായം ഒളിഞ്ഞും തെളിഞ്ഞും നൽകുന്നത് അവിടുത്തെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ചില നേതാക്കന്മാരാണ്. അത് വെളിച്ചത്ത് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പള്ളിയുടെ പരിസരത്ത് ഷെഡ് കെട്ടി മദ്യപാനം നടത്തിയ പ്രതികളെ ചോദ്യം ചെയ്തതിന്റെ വൈരാഗ്യത്തിലാണ് പ്രതികൾ ഷാജഹാനെ കൊലപ്പെടുത്തിയത്. പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് ബന്ധുവായ റഹ്മാന്റെ സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോകുമ്പോൾ തടഞ്ഞു നിർത്തിയായിരുന്നു ഷാജഹാനെ ആക്രമിച്ചത്. ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് തലക്കടിച്ചു വീഴ്ത്തി. തുടർന്ന് വടിവാളും ഇരുമ്പ് കമ്പിയുമായി 2 പേരെയും മാരകമായി ആക്രമിച്ചു. തലയ്ക്ക് ആഴത്തിൽ മുറിവേറ്റ ഷാജഹാനെ വർക്കല താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.